ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വളരെ പ്രത്യേകതയുള്ള ഒരു പുതുമയുള്ള വിഷയവുമായിട്ടാണ്. പക്ഷേ ഈ പുതുമ എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ ഡെയിലി ലൈഫിൽ ആവശ്യമുള്ള ചില ലൈഫ് ട്രിക്കുകളാണ് അല്ലെങ്കിൽ ടിപ്പുകളാണ് മനോജ് സാറിലൂടെ നമുക്ക് കിട്ടുന്നത്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം മനോജ് സാറിനെ. മനോജ് സാർ, യു ആർ വെൽക്കം. Okay, thank you, Sabu sir. Once again on this platform, there is another evening with vibrant people on board. Okay, so എല്ലാവർക്കും സ്വാഗതമുണ്ട്, എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. ഞാൻ അടുത്ത കാലത്ത് ഈ ചേതൻ ഭഗത്തിന്റെ 11 റൂൾസ് ഫോർ ലൈഫ്, സീക്രട്സ് ടു ലെവൽ അപ്പ് എന്ന് പറയുന്നൊരു പുസ്തകം ഞാൻ വായിച്ചിരുന്നു. അത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഉലഹന്നാൻ സാറിൻ്റെ ഒരു ക്ലാസ്സിൽ വന്നപ്പോൾ സാറിൻ്റെ സ്ലീപ്പിനെ കുറിച്ചൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ആ പുസ്തകത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പരാമർശിച്ചിട്ട് ആ പുസ്തകം ഞാൻ വായിച്ചു കഴിഞ്ഞു. അതിൻ്റെ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഇതാണ് 11 റൂൾസ് ഫോർ ലൈഫ്, അത്രയേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഒരു സബ് ടൈറ്റിലായിട്ടുണ്ട് സീക്രട്സ് ടു ലെവൽ അപ്പ്. ഇതിപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നത് 2024 ഇറങ്ങിയാണ്. ചേതൻ ഭഗത് അറിയാമല്ലോ, ഒരുപാട് മോട്ടിവേഷണൽ ബുക്സും സെൽഫ് ഹെൽപ്പ് ഓതറാണ്. അപ്പം പുള്ളിയുടെ ബുക്കുകളൊക്കെ എന്താണ് ഭയങ്കര ഫേമസ് ആണ് ഇൻ വേൾഡ് വൈഡ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ കുറച്ച് റെഫറൻസും ഒക്കെ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു തീമാണ് ശരിക്കും പറഞ്ഞത് ഈ 11 റൂൾസ് ഫോർ ലൈഫ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഞാനൊരു 10 റൂൾസൂടെ ഞാൻ ഇന്ന് റൂൾ നമ്പർ 1 പറയും സാബു സാറേ. അപ്പോൾ അതിൻ്റെ ബാക്കി വിട്ട് നമുക്ക് സൗകര്യം കിട്ടുന്നതനുസരിച്ചിട്ട് ആ ബുക്കിൻ്റെ ബാക്കിയുള്ള കണ്ടന്റ് അത് തന്നെയല്ല, അതിൻ്റെ അകത്തെ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനകത്ത് റെഫറൻസ് എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വേറെ കുറേ ബുക്സിൻ്റെ റെഫറൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് അത് ആധാരമാക്കിയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സംക്ഷിപ്തമായിട്ടുള്ള ഒരു ആ ബുക്കിനെ ബേസ് ചെയ്താണെങ്കിൽ വേറെ കുറൻസ് ഈ സബ്ജക്റ്റുമായിട്ടൊക്കെ ബേസ് ഉള്ള ഒരു സംക്ഷിപ്തമായ തീമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അതിലെന്താ നമ്മുടെ ഈ ആധുനിക ജീവിതത്തിനായി വളരെ ലളിതമാണ്, വളരെ സിമ്പിളാണ്. എന്നാൽ അതിനകത്ത് വളരെ ശക്തമായ കുറേ സാബു സാറ് പറഞ്ഞ മാതിരി നമ്മുടെ ഡെയിലി ലൈഫിലേക്ക് വേണ്ട കുറേ പാഠങ്ങളുണ്ട് ശരിക്കും. അങ്ങനെ കുറേ വളരെ സ്ട്രോങ് ആയിട്ട് ഉള്ള ശക്തമായ പാഠങ്ങളുണ്ട്. അത് വളരെ ലളിതമായിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. വളരെ സിമ്പിൾ ലാംഗ്വേജിൽ, വളരെ ബ്യൂട്ടിഫുൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ആർക്കും അത് വായിച്ചു കഴിഞ്ഞാൽ നിർത്താൻ തോന്നത്തില്ല. അത്രമാത്രം മനോഹരമാണ് പുള്ളി എഴുതിയിരിക്കുന്ന ആ ബുക്ക്. അതിലെ ആദ്യത്തെ ചാപ്റ്റർ ഇത് തന്നെയാണ്. അപ്പോൾ ആ ചാപ്റ്ററെ ബേസ് ചെയ്താണ് ഞാൻ ഇന്ന് ഈ തീം തന്നെ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് പുള്ളിയുടെ കുറേ വ്യക്തിപരമായ അനുഭവങ്ങളുണ്ട്, കുറേ ഒബ്സർവേഷൻസ് ഉണ്ട്. ചേതൻ ഭഗത് ഒരു ബാങ്കർ ആയിരിക്കില്ല, അദ്ദേഹത്തിന് ഹോങ്കോങ്ങിലൊരു ബാങ്കിലായിരുന്നു അദ്ദേഹം ഉദ്യോഗസ്ഥനായിട്ടൊക്കെ. IIT ഹോൾഡറാണ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് IITയിൽ നിന്ന് പാസ്സായിട്ട് അതിന് ശേഷം നേരെ ബാങ്കിങ് ജോലി അതിന് ശേഷമാണ് പുള്ളി റൈറ്ററൊക്കെ ആയത്. വെരി ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ് അദ്ദേഹത്തിൻ്റെ. ഒരു ഓട്ടോബയോഗ്രഫി മാതിരി നമുക്ക് ഈ പുസ്തകം വായിച്ചാൽ അറിയാം അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുതൽ പിന്നീടുള്ള പഠനങ്ങൾ, അദ്ദേഹം ഒബ്സർവ് ചെയ്ത അനുഭവിച്ച കുറേ യാതനകളും ഒക്കെ ആ ബുക്കിൽ വളരെ വിശദമായിട്ട് നമുക്കതൊരു വായിക്കാനായിട്ട് വളരെ ഇൻട്രസ്റ്റ് തോന്നും. അപ്പോൾ അങ്ങനെയാണ് എനിക്കതിലൊരു പ്രയോജനം ഉണ്ടായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിനെക്കുറിച്ച് വീണ്ടും ഒരു വിചാരം ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ റെഫറൻസ് ആരോഗ്യപരമായ കാര്യങ്ങളിൽ നമ്മളൊരു പ്ലാറ്റ്ഫോമിലൊക്കെ പറയുമ്പോൾ സോ വി നീഡ് ടു ഹാവ് സം റെഫറൻസസ് ടു ബി ഒതൻറ്റിക്. അപ്പോൾ അങ്ങനെയാണ് ഈ തീമിലേക്ക് എത്തിയത്. ശരിക്കും അത് നോക്കിയാൽ ഇപ്പോൾ നാം നേരിടുന്ന ഈ ജീവിതശൈലിയുണ്ട്, പ്രത്യേകിച്ച് ഫാസ്റ്റ് ലൈഫാണല്ലോ നമ്മുടെയൊക്കെ. അപ്പോൾ ഈ ഫാസ്റ്റ് ലൈഫിലുള്ള ജീവിത ശൈലിയിലാണ് ഈ പുസ്തകത്തിൻ്റെ പ്രസക്തി കൂടുതൽ നമുക്ക് അത് റിലവൻ്റ് ആയിട്ട് തോന്നുന്നത്. അങ്ങനെയാണ് കാര്യം ഈ 2024 ഈ ബുക്ക് എഴുതി അവസാനിപ്പിച്ച് റിലീസ് ചെയ്തത് പോലും. അപ്പോൾ അതിനകത്ത് കൂടുതൽ കാര്യങ്ങളൊക്കെ റീസെൻ്റ് സബ്ജക്റ്റ് ഉണ്ട്. നമ്മുടെ ഈ ഫാസ്റ്റ് ലൈഫിൽ, ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്, കുറേ ഭാരത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം വളരെ വിശദമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. അതൊരു പക്ഷേ വിദ്യാർത്ഥികളായാലോ പ്രൊഫഷണൽസ് ആയാലോ അല്ലെങ്കിൽ സാധാരണക്കാർ ആയാൽ പോലും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഒരു ആത്മപരിശോധന നടത്തിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഹൗ വി ക്യാൻ ബി എ ബെറ്റർ പേഴ്സൺ, എ ബെറ്റർ വേർഷൻ ഓഫ് അവർസെൽസ് എന്ന് വേണമെങ്കിൽ പറയാം.
അപ്പോൾ അതിനകത്ത് ഒരുപാട് ടിപ്സുകളിലുള്ള ഈ 11 റൂൾസും പറയുന്നതാണ്. വി ക്യാൻ മേക്ക് സോ മെനി ചേഞ്ചസ് ഇൻ അവർ ലൈഫ് ടു ബിക്കം എ ബെറ്റർ വേർഷൻ ഓഫ് അവർ പേഴ്സണാലിറ്റി എന്നോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും പറയാം. അപ്പം അതുകൊണ്ടാണ് ആ ബുക്ക് മനോഹരമാകുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ അതിലെ ഈ ഈ ഈ ഈ ചാപ്റ്റേഴ്സ് 11 റൂൾസിനെ കുറിച്ച് തന്നെ വേണം ഓരോ ചാപ്റ്റർ അതിന് മുന്നേ തന്നെ ഒരു പ്രീഫേസ് എഴുതിയിട്ടുണ്ട്. അതും വളരെ രസമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ പുസ്തകത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ ആ പുസ്തകത്തിൻ്റെ കണ്ടന്റും വേറെ കുറേ റെഫറൻസും ഒക്കെ ചേർത്ത് പ്രത്യേകിച്ചും ആരോഗ്യ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ സബ്ജക്റ്റ്. അപ്പോൾ അതിലൊക്കെ ചേർത്ത് ആണ് പിന്നെ ഇന്നത്തെ നമ്മുടെ ഈ തീം ഈ സെഷനും ഇവിടെ ആരംഭിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തീമിലേക്ക് ഡയറക്റ്റ് കടക്കാം. ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യണം. എൻ്റെ സ്ക്രീൻ വിസിബിൾ ആണെന്ന് കരുതുന്നു. ആരെങ്കിലും ഒന്ന് യെസ് പറയാമോ? സ്ക്രീൻ കാണാമല്ലോ? Yes, sir. Yes, sir. It's visible. Yes, sir. Yes, sir. Alright. Thank you. So this is the title for today's session called 11 Rules for Life. അപ്പോൾ 11 റൂൾസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റൂളിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ ഇന്നിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത്. എന്താണ് ഫസ്റ്റ് റൂൾ പറയുന്നത്? നെവർ ഇഗ്നോർ യുവർ ഫിറ്റ്നസ്. നമ്മുടെ ഫിറ്റ്നസ്സിനെ ഒരിക്കലും നമുക്ക് ഇഗ്നോർ ചെയ്യാനായിട്ട് നിസ്സാരവൽക്കരിക്കാൻ പറ്റുകയില്ല, തിരസ്കരിക്കാൻ പറ്റുകയില്ല. സോ ടുഡേ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് അവർ ഓൺ ഫിറ്റ്നസ്. ഇതാണ് ഇന്നത്തെ ഈ നമ്മുടെ കണ്ടന്റും. വി വിൽ ടോക്ക് അബൌട്ട് മോർ ഓൺ ദിസ് സബ്ജക്ട്. സോ ലെറ്റ് us ലുക്ക് അറ്റ് ദിസ് ആസ് ഇൻട്രഡക്ഷൻ. നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സെൽഫ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയാണല്ലോ തീർച്ചയായിട്ടും. സോ വാട്ട് ഈസ് ദിസ് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്? സോ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ഈസ് ദി കണ്ടിന്യൂസ് എഫേർട്ട് ടു എൻഹാൻസ് വൺസ് സ്കിൽസ്, ഹാബിറ്റ്സ്, മൈൻഡ് സെറ്റ് ആൻഡ് ഓവറോൾ വെൽബീയിങ്. ഇപ്പം എന്താണ് നമ്മൾ സ്വയം മെച്ചപ്പെടുക എന്നൊക്കെ പറയുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ കഴിവുകളുണ്ട്, നമ്മുടെ ശീലങ്ങളുണ്ട്, നമ്മുടെ തന്നെ ആറ്റിറ്റ്യൂഡുണ്ട്, മനോഭാവമുണ്ട്, നമ്മുടെ ആരോഗ്യമുണ്ട്. അപ്പം ഇവയെല്ലാം മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിനെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ സെൽഫ് ഇംപ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത്. ശരിക്കും അത് ഒരാളുടെ കാര്യം മാത്രമാണ്, നമ്മളുടെ ഒക്കെ കാര്യമാകാം. അപ്പോൾ സെൽഫ് ഇംപ്രൂവ്മെൻ്റ് അതാണ്. പേഴ്സണൽ മാസ്റ്ററി എന്ന് പറയുന്ന വേറൊരു വേർഡുണ്ട്. നമ്മൾ ഇങ്ങനെയുള്ള ഈ ബുക്കുകളിലൊക്കെയും തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ഈ മാസ്റ്ററി. മാസ്റ്ററി പലതരത്തിലുണ്ട്. അപ്പോൾ പേഴ്സണൽ മാസ്റ്ററി എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എബിലിറ്റി ടു ടേക്ക് കൺട്രോൾ ഓഫ് വൺസ് ഗ്രോത്ത്, ഇമോഷൻസ് ആൻഡ് ആക്ഷൻസ് ടു അച്ചീവ് എക്സലൻസ് ഇൻ ലൈഫ്. ഇതും നമ്മുടെ ലൈഫിൻ്റെ ഒരു ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ടാണ് പേഴ്സണൽ മാസ്റ്ററി പലരും പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സ്വയം മെച്ചപ്പെടുത്താണ്. ഞാൻ നേരത്തെ പറയുന്നത് നമ്മൾ തന്നെയുള്ള ഒരു ബെറ്റർ വേർഷൻ ആകാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഡെയിലി ലൈഫിൽ കൂട്ടുള്ള ശ്രമങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഈ സ്വയം മെച്ചപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ കഴിവുകൾ അതിനകത്ത് വരാം, നമ്മുടെ ശീലങ്ങൾ വരാം, നമ്മളുടെ മനോഭാവം വരാം. അപ്പോൾ ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അത് വളർത്താനും വ്യക്തിപരമായി നമ്മൾ വളർത്താൻ ആണ് നമ്മൾ ഈ പേഴ്സണൽ മാസ്റ്ററി ഉപയോഗിക്കുന്നത്. അത് ജീവിതത്തിൽ മികവ് മാത്രം മുൻകണ്ടുകൊണ്ട് നമ്മുടെ തന്നെ സ്വന്തം വളർച്ച അതിനകത്ത് വരാം, നമ്മുടെ ഇമോഷൻസ് വരാം, പേഴ്സണൽ വികാരങ്ങൾ വരാം, നമ്മുടെ ഓൺ ജോബ് വരാം. അപ്പോൾ ഇതെല്ലാം നിയന്ത്രിക്കാനുള്ള കഴിവിനെയാണ് ശരിക്കും പറഞ്ഞാൽ പേഴ്സണൽ മാസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളൊന്ന് പ്രതിപാദിച്ചതിന് ശേഷമാണ് നമ്മുടെ ഇന്നത്തെ ഈ സബ്ജക്റ്റിലേക്ക് നമ്മൾ വരാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ 11 റൂൾസ് ഫോർ ലൈഫ് സിംപ്ലിഫൈസ് എവറിഡേ വിസ്ഡം ഇൻടു 11 ആക്ഷനബിൾ പ്രിൻസിപ്പിൾസ് കവറിംഗ് ഫിറ്റ്നസ്, ഇമോഷണൽ ഇൻ്റലിജൻസ്, ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. ശരിക്കും ഈ 11 ജീവിത നിയമങ്ങളിൽ നിന്ന് എന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ അറിവ്, നമ്മുടെ ദൈനംദിനത്തിലുണ്ടെന്ന അറിവ് 11 തത്വങ്ങളാക്കി, അതൊരു പ്രിൻസിപ്പിളാക്കിയിരിക്കുകയാണ്. 11 തത്വങ്ങളാക്കി അത് വളരെ ലളിതമായിട്ടാണ് ഈ 11 റൂൾസിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നമ്മുടെ ശാരീരിക ആരോഗ്യം, അതാണ് ഫിറ്റ്നസ്, ആദ്യത്തെ നമ്മുടെ സബ്ജക്റ്റ് തന്നെ അതാണ്. പിന്നെ വൈകാരികമായിട്ടുള്ള ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ട്,
അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നമ്മുടെ ലിംഗ്വിസ്റ്റിക്സ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് NLPയിലൊക്കെ പറയുന്ന നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ 5 സെൻസസിൽ കൂടി ഒക്കെ ഉണ്ടാകുന്ന ലിംഗ്വിസ്റ്റിക്സ് ഉണ്ട്. പിന്നെ കുറേ നമ്മുടെ സാമ്പത്തിക എന്താണ് അതിന് പറയുന്നത്, പിന്നെ ഡിസിപ്ലിനും ഉണ്ട്. അപ്പോൾ ഈ മേഖലകളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ 11 റൂൾസ് ഫോർ ലൈഫ് എന്ന 11. എൻ്റെ സ്ക്രീൻ ഓഫായി പോയോ? Yes, sir. 1 സെക്കൻഡ്. റോയ് സാർ ഇപ്പോൾ വന്നല്ലോ അല്ലേ സാറേ? ഇപ്പോൾ വന്നോ സാറേ? ക്ലിയർ ആണ്. ഓക്കെ, നോ പ്രോബ്ലം. സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇതിൻ്റെ അടുത്ത വിശദമായിട്ടുള്ള മറ്റ് വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമ്മുടെ റൂൾ നമ്പർ 1 കുറിച്ച് മാത്രമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ റൂൾ നമ്പർ 1 ഈസ് നോൺ ആസ് നെവർ ഇഗ്നോർ യുവർ ഫിറ്റ്നസ്. അപ്പോൾ ശരിക്കും ഈ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മിക്കവാറും കേൾക്കുന്ന ഒരു വാക്കാണ് ശരിക്കും പറഞ്ഞാൽ ഫിറ്റ്നസ്. അപ്പോൾ ആ ഫിറ്റ്നസ് എന്തുകൊണ്ട് പ്രധാനമാണെന്ന് നമ്മളൊക്കെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പുറം കാഴ്ചയിൽ മാത്രം കാണുന്ന ഒരു ഫിറ്റ്നസ് ആണോ ശരിക്കും പറഞ്ഞാൽ? നമ്മൾ ഒരാളെ ഫിസിക്കലായിട്ട് കാണുമ്പോൾ ഹീ ലുക്സ് വെരി ഫിറ്റ് എന്നോ, അല്ലെങ്കിൽ ഹിസ് ഫിസിക് ഈസ് അല്ലെ ഫിസിക്കൽ അപ്പിയറൻസ് ഈസ്, നമ്മൾ അതിനെ വെച്ചുകൊണ്ട് മാത്രമാണോ ഒരു നമുക്കൊരു ഫിറ്റ്നസ് ഉണ്ടെന്ന് പറയാം? തീർച്ചയായിട്ടും ഈ ഫിസിക്കൽ അപ്പിയറൻസ് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ മൈൻഡിനും നമ്മുടെ സോളിനെ കുറിച്ചൊക്കെ ശക്തിപ്പെടുത്തുമ്പോൾ മാത്രമാണ് ശരിക്കുമുള്ള ഒരു ഫിറ്റ്നസ്. എസ്പെഷ്യലി അവർ മെൻ്റൽ ഹെൽത്ത് ഈസ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദി ഫിറ്റ്നസ്. അപ്പോൾ ഒരാളുടെ ഫിറ്റ്നസ് പൂർണ്ണമായ എന്താണ് അത് ശരിക്കും പറഞ്ഞാൽ ഒരു അടിത്തറ തന്നെയാണ്. ഈ 2 തരത്തിലും കൂടെ ഫിറ്റ്നസ് ആയെങ്കിൽ മാത്രമേ നമ്മുടെ ഈ നമ്മുടെ കഴിവുകളെ പുറത്ത് കൊണ്ടുവരാനൊക്കെ പറ്റത്തില്ല. ഇപ്പോൾ ഫിസിക്കലി ഫിറ്റ് ആയതുകൊണ്ട് മാത്രം ഒരു പക്ഷേ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾക്ക് കൂടി നമ്മൾ ഫിറ്റ് ആവണമെന്നില്ല. സോ യു നീഡ് ടു ബി വെരി കെയർഫുൾ ഇൻ അഡ്രസ്സിങ് ദ ഫിസിക്കൽ ആസ് വെൽ ആസ് ദി മെൻ്റൽ ഫിറ്റ്നസ്. ഇതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ വൈ ഫിറ്റ്നസ് മാറ്റേഴ്സ്, അതാണ് ഞാൻ നേരത്തെ തന്നെ ചോദിച്ചത്. ഫിസിക്കൽ ഫിറ്റ്നസ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഹൗ യു ലുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇറ്റ്സ് അബൌട്ട് പവറിങ് യുവർ മൈൻഡ് ആൻഡ് സോൾ. ഫിറ്റ്നസ് ഈസ് ദി കോർണർ സ്റ്റോൺ ഓഫ് അൺലോക്കിംഗ് വൺസ് ഫുൾ പൊട്ടൻഷ്യൽ. നമ്മുടെ ശരിക്കും പറഞ്ഞ ഒരാളുടെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അൺലോക്ക് ചെയ്യുന്നത് പോലും ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അടിത്തറ തന്നെ ഈ ഫിറ്റ്നസ് ആണ്. ഒരാളുടെ ശരിക്കുള്ള കഴിവുകളും മറ്റുള്ള സ്കില്ലുകളും ഒക്കെ തന്നെ പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഫുള്ളി ഓൺ ദി ഫിറ്റ്നസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ. എ ഫിറ്റ് ബോഡി ഫ്യൂവൽസ് ക്രിയേറ്റിവിറ്റി, പ്രൊഡക്ടിവിറ്റി ആൻഡ് എ പോസിറ്റീവ് ഔട്ട്ലുക്ക് ഓൺ ലൈഫ്. അപ്പോൾ ഇത് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ കൂടി ശരിക്കും പറഞ്ഞാൽ ആ ഫിറ്റ്നസ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ, നമ്മുടെ ഡെയിലിയുള്ള പ്രൊഡക്ടിവിറ്റിയെ, നമ്മുടെ ഔട്ട്ലുക്ക്, നമ്മുടെ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കിനെ ഒക്കെ തന്നെയും എൻഹാൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പ്രാധാന്യമാകുന്നത്. സോ ദാറ്റ് ഇസ് വൈ ദ ഫിറ്റ്നസ് മാറ്റേഴ്സ്. ഓക്കെ, സോ ലെറ്റ് us look at the importance of physical fitness. നമുക്ക് 2 പാർട്ടായിട്ട് തിരിക്കാം. Let us look at the first, the physical fitness, the role of fitness in personal transformations. അറിയാമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ മൈൻഡ് ബോഡി കണക്ഷൻ എന്ന് പറയും. ഓക്കെ, റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി ഇംപ്രൂവ്സ് സർക്കുലേഷൻ, ബൂസ്റ്റ് ബ്രെയിൻ ഫങ്ഷൻ ആൻഡ് എൻഹാൻസ് മൂഡ്. ഇത് നമ്മൾ പലപ്പോഴും ഇവിടുത്തെ തന്നെ നടന്ന ക്ലാസ്സുകളിൽ കൂടി ഒക്കെ നമ്മൾ ഈ സബ്ജക്റ്റിനെ കുറിച്ച് കണ്ട് മൈൻഡ് ബോഡി കണക്ഷൻ ഉണ്ട്. എന്താണ് മൈൻഡ് ബോഡി കണക്ഷൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ പതിവായിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾ ഇൻക്ലൂഡിങ് ദ ബ്ലഡ് സർക്കുലേഷൻ, നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റീസ് ഒക്കെ, ഈ മാനസികാവസ്ഥ, ഇതിനൊക്കെ നമ്മളെ ഈ മനസ്സും ശരീരം കൂടെ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ. ഇതൊക്കെ നമ്മുടെ നമ്മുടെ ബോഡിയിലൊക്കെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫിറ്റ്നസ്സിൻ്റെ നമ്മുടെ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷനിൽ ഒരു സ്ഥാനം ഉണ്ടെന്ന് പറയുന്നത്. ബിക്കോസ് ഓഫ് അവർ മൈൻഡ് ബോഡി
കണക്ഷൻ. ഇനി ഓവറോൾ വെൽബീയിങ്, സ്ട്രെങ്ത്, സ്റ്റാമിന ആൻഡ് ഫിറ്റ് ഫിസിക് contribute to longevity and resilience in both personal and professional challenges. നമുക്ക് ഒരു സമഗ്ര ആരോഗ്യം എന്ന് പറയുന്നത് എന്താണ് ശരിക്കും പറയുന്നത്? നമുക്ക് നമ്മുടെ ശക്തിയുണ്ട്, നമ്മുടെ സഹനശക്തിയുണ്ട്, നമ്മുടെ ശരീരഘടനയുണ്ട്. അപ്പോൾ എന്നിവ നമുക്ക് ദീർഘായുസിനും ഒക്കെ നമുക്ക് അതുവേണ്ടി ഉപയോഗിക്കണം. നമ്മൾ തൊഴിൽപരമായ പല ചലഞ്ചുകളിൽ കൂടിയൊക്കെ പോയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഓവറോൾ വെൽബീയിങ്, നമുക്ക് ആ ചലഞ്ചുകളൊക്കെ അതിജീവിച്ചു പോയാൽ മാത്രമേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഓവറോൾ വെൽബീയിങ്ങും നമുക്ക് കൃത്യമായിട്ട് സൂക്ഷിക്കാൻ പറ്റുള്ളൂ. ഇനി വേറൊരു തലം കൂടെ ഇതിന് ഒരു ഇൻ്റലക്ച്വൽ പ്ലെയിനൂടെ ഉണ്ട്. ശരിക്കും ഒരു ഇൻ്റലക്ച്വൽ ആക്ടിവേഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. മെയിൻറ്റെയിനിങ് ഫിസിക്കൽ ഹെൽത്ത് സെറ്റ്സ് ദ സ്റ്റേജ് ഫോർ ക്രിയേറ്റീവ് ആൻഡ് ഡൈനാമിക് ഇൻ്റലക്ച്വൽ പർസ്യൂട്ട്സ്. അപ്പോൾ നമ്മുടെ ഭൗതിക ജീവിതത്തിലൊക്കെ ആണെങ്കിലും ഫിസിക്കൽ ഫിറ്റ്നസ്സിനും ഒക്കെ അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ ശാരീരിക ആരോഗ്യം നിലനിർത്തണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഭൗതിക പ്രവർത്തനങ്ങൾ കൂടി ഏറ്റ് നമുക്ക് അങ്ങനെ ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റീസ് കൂടെ ഒക്കെ പോകുമ്പോഴാണ് അപ്പോൾ ടോട്ടൽ ഈ പറയുന്ന 3 കാര്യങ്ങൾ കൂടി ബോഡി മൈൻഡ് കണക്ഷൻ, നമ്മുടെ ഓവർ വെൽബീയിങ്, ഇൻ്റലക്ച്വൽ ആക്ടിവേഷൻ, ദാറ്റ് ഇസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് ഇൻ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ. നമ്മൾ ഇത് ഒരു ചിത്രത്തിൽ കൂടെ നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ ഇത് 3ഉം കൂടെ ചേരുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഫിസിക്കൽ ഫിറ്റ്നസ്. എന്താണ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത്? നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഹാർട്ട് റിലേറ്റഡ്, അതാണ് നമ്മുടെ ഏറ്റവും വലിയ എന്താണ് നമ്മുടെ ജീവൻ്റെ തന്നെ ആധാരം. മെൻ്റൽ ഷാർപ്നെസ് ഉണ്ട്. അപ്പോൾ അത് 3ഉം കൂടെ ഇത് നോക്കിയിട്ടുണ്ട്. ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ മെൻ്റൽ ഷാർപ്നെസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈൻഡ് കണക്ഷനാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഫിസിക്കലും ഈ ഫിറ്റ്നസ്സും നമ്മുടെ മാനസിക തലത്തിലും മെൻ്റൽ തലത്തിൽ കൂടെ ചേരുമ്പോൾ കിട്ടുന്ന ഒരു ടോട്ടാലിറ്റിക്കാണ് ശരിക്കും പറഞ്ഞാൽ ഫിറ്റ്നസ് എന്ന് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. Now, there are 3 pillars of fitness. ശരിക്കും ഈ വിഷയം കഴിഞ്ഞ നമ്മുടെ ഉലഹന്നാൻ സാറിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഈ 3 പില്ലറുകളെ കുറിച്ച് നമ്മൾ പറയും. സോ വാട്ട് ആർ ദ 3 പില്ലേഴ്സ് ഓഫ് ഫിറ്റ്നസ്? ആർക്കെങ്കിലും ഇതിനെക്കുറിച്ചൊരു 3 പില്ലറുണ്ട്. അതിൻ്റെ ആ 3 പില്ലറുകളുടെ നിങ്ങൾക്ക് തോന്നുന്ന ഉത്തരം ഒന്ന് പറയാമെങ്കിൽ എളുപ്പം. എനിബഡി ക്യാൻ സേ. സോ വാട്ട് ആർ ദ 3 പില്ലേഴ്സ് ഓഫ് ഫിറ്റ്നസ് ആസ് പെർ യുവർ പെർസ്പെക്റ്റീവ്? നിങ്ങളുടെ ഒരു ധാരണ അനുസരിച്ചിട്ട് എന്തായിരിക്കാം ഈ 3 പില്ലേഴ്സ് നമ്മുടെ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടുള്ള? എനി ഗസ്? പറയാമോ ആർക്കെങ്കിലും? യെസ്, പറയൂ. ആരോ പറഞ്ഞല്ലോ, ക്ലിയർ ആയില്ല, എനിക്ക് കട്ടായി പോയി. ഹാർട്ട്, ബ്രെയിൻ, വോയിസ് ബ്രേക്ക് ആവും. മൈൻഡ്. ആ, പിന്നെ ഹാർട്ട്, ബ്രെയിൻ. എനിവേ വോയിസ് ബ്രേക്ക് ആയിട്ട് വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് അത് കേൾക്കാൻ പറ്റുന്നില്ല. എങ്കിലും ഞാൻ ഇവിടെ നമ്മളിത് ചർച്ച ചെയ്യാൻ പോകുന്ന യെസ്, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. മേ ബി യു ആർ ട്രാവലിംഗ്, അതല്ലേ ചിലപ്പോൾ യാത്ര ചെയ്യുന്നതുകൊണ്ടാവാം. എനിവേ ലെറ്റ് us കണ്ടിന്യൂ അവർ ഡിസ്കഷൻ. ഇതിനൊരു ഹോളിസ്റ്റിക് അപ്രോച്ച്, ശരിക്കും പറഞ്ഞ ഒരു സമഗ്രമായ ഒരു സമീപനം തന്നെ നമുക്ക് ഈ കാര്യത്തിൽ ഈ 3 പില്ലേഴ്സിലുണ്ട്. നമ്പർ 1, ഫിസിക്കൽ എക്സസൈസ്. ഓക്കെ, ഇതാണ് ഈ നമ്മുടെ ഫിറ്റ്നസിൻ്റെ 3 പില്ലറുകൾ. ആദ്യത്തെ പില്ലറായിട്ട് ഇവിടെ കണക്കാക്കിയിരിക്കുന്നതാണ് ഫിസിക്കൽ എക്സർസൈസ്. എൻഗേജിങ് ഇൻ റെഗുലർ വേരിഡ് വർക്കൗട്ട്സ് ടൈലേർഡ് ടു യുവർ നീഡ്സ്. അപ്പോൾ ഈ എക്സസൈസ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച്, നമ്മുടെ ബോഡിയുടെയും നമ്മുടെ ഹെൽത്തിൻ്റെയൊക്കെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാത്രമേ എക്സർസൈസ് പതിവായിട്ട് നമുക്ക് നമ്മുടെ ബോഡിയുടെയൊക്കെ രീതി അനുസരിച്ചിട്ടും ഒക്കെ അതൊരു ടൈലർ മെയ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ ഫിസിക്കൽ എക്സസൈസിൽ ഏർപ്പെടണം. അത് ഡെയിലി ചെയ്യണം, ഒരേ സമയത്ത് ചെയ്യണമെന്നൊക്കെയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങളിൽ നിന്നൊക്കെ പറയാം. കാര്യം അങ്ങനെ നമ്മൾ ഒരേ സമയത്ത് ഒരേ തരത്തിലുള്ള ഫിസിക്കൽ എക്സസൈസ് ചെയ്ത് കുറേ ദിവസം കഴിയുമ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായി മാറും, അല്ലെങ്കിൽ ഹാബിറ്റായിട്ട് ഫോം ചെയ്യും എന്ന് പറയാറുണ്ട്. നമ്പർ 2 ഈസ് ഹെൽത്തി ഡയറ്റ്.
നറിഷിങ് യുവർ ബോഡി വിത്ത് ബാലൻസ്ഡ് മീൽസ് റിച്ച് ഇൻ എസെൻഷ്യൽ ന്യൂട്രിയൻസ്. ഇതും വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ആരോഗ്യകരമായ ഭക്ഷണക്രമം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഇതിനകത്ത് പോഷകാംശങ്ങൾ നിറഞ്ഞതായിരിക്കണം, സന്തുലിതമായിരിക്കണം. അപ്പോൾ ഇതെല്ലാം ഒരു വെൽ ബാലൻസ്ഡ് ഡയറ്റാണ് ശരിക്കും പറഞ്ഞാൽ നമ്പർ 2 പില്ലർ വിത്ത് റിഗാർഡ്സ് ടു ദി ഫിറ്റ്നസ്. നമ്പർ 3 ക്വാളിറ്റി സ്ലീപ്പ്. ഇതിനെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ നമ്മുടെ ഉലഹന്നാൻ സാറിൻ്റെ ക്ലാസ് തന്നെ. എങ്ങനെയാണ് ശരിക്കും പ്രകൃതിയോടൊത്ത് ഉണരാം എന്നൊക്കെ പറഞ്ഞ് എത്ര മണിക്കൂർ ഉറങ്ങണം. സാറിൻ്റെ ക്ലാസ് അതിമനോഹരമായിരുന്നു. ഒരുപാട് അറിവുകളും തിരിച്ചറിവുകളും ഒരുപാട് ഇതിനെക്കുറിച്ചുള്ള ബോധം ആണ് ശരിക്കും പറഞ്ഞാൽ ഉലഹന്നാൻ സാർ ആ ക്ലാസ്സിൽ അന്ന് എടുത്തത്. എന്താണ് ക്വാളിറ്റി സ്ലീപ്പ്? പ്രയോറിറ്റൈസിങ് സ്ലീപ്പ് ഫോർ റിക്കവറി, കോഗ്നിറ്റീവ് ഫങ്ഷനിങ് or മെൻ്റൽ ഫങ്ഷനിങ് ആൻഡ് ഓവറോൾ ഹെൽത്ത്. അപ്പോൾ ഈ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വേണ്ട ക്വാളിറ്റി സ്ലീപ്പ് എന്നാണ് പറയുന്നത്, വെറും സ്ലീപ്പ് എന്നല്ല. അപ്പോൾ അങ്ങനെ വിശ്രമം വേണം. നമ്മുടെ മസ്തിഷ്കത്തിനൊക്കെ ഉള്ള പ്രവർത്തനം, നമ്മുടെ ആരോഗ്യം ഒക്കെ നല്ലപോലെ കിട്ടണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കൃത്യമായ രീതിയിലുള്ള ഉറക്കം നമുക്ക് കിട്ടിയേ മതിയാകൂ. അപ്പോൾ ആ ഉറക്കത്തിനും വളരെ ഒരു മുൻഗണന കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ ദീസ് ആർ ദ 3 പില്ലേഴ്സ് ഓഫ് ഫിറ്റ്നസ് ഇൻ like one is the physical exercise, number 2 is the healthy diet, and number 3 is the quality sleep. So let us look at how it looks like. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഫിറ്റ്നസ്സിൽ ഇതിൻ്റെ പൂർണ്ണത വരുന്നത് ഈ 3 കാര്യങ്ങൾ കൂടെ ചേരുമ്പോൾ മാത്രമാണ്. ഉറക്കമില്ലെങ്കിൽ നമ്മൾ മറ്റുള്ള എന്ത് ഫിസിക്കൽ എക്സസൈസും ഹെൽത്തി ഡയറ്റൊക്കെ കഴിച്ചു കഴിഞ്ഞാലും ശരിയായ ക്വാളിറ്റി സ്ലീപ്പ് ഇല്ലെങ്കിൽ അതിൻ്റേതായ യാതൊരു തരത്തിലുള്ള ബെനിഫിറ്റും നമുക്ക് ലഭിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ 3 കാര്യങ്ങൾ ഇങ്ങനെ ഇൻ്റർലിങ്ക്ഡ് ആയിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി ഫിസിക്കൽ എക്സസൈസ് ബിൽഡിങ് യുവർ ഫൗണ്ടേഷൻ. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ വ്യായാമം എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കണം, അതൊരു ഫൗണ്ടേഷൻ അല്ലേ, ദി എൻജിൻ ഓഫ് അവർ ബോഡി. ശരിക്കും വ്യായാമം എന്ന് പറയാം, നമ്മുടെ ബോഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം. വ്യായാമം ശരിക്കും നമ്മുടെ ശരീരത്തിൻ്റെ എൻജിനെ നോക്കുന്ന കാര്യമാണ്. അതാണ് എക്സസൈസ്. വ്യായാമം ചെയ്യുന്ന പറഞ്ഞാൽ ഇഫ് യു ടേക്ക് ബോഡി ആസ് എ ഇഞ്ചൻ, so you need to do the proper exercise for the functioning of our body. അപ്പോൾ നമുക്ക് let us look at what are the points in this exercise first of all. So variety is key. Include both cardio and strength training for a balanced routine. നമുക്കറിയാമല്ലോ ഈ വെറൈറ്റി എക്സസൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണെന്ന് പറയുന്നത്. ഒരേ തരത്തിലുള്ള അല്ലാത്ത ഈ കാർഡിയോ വസ്കുലർ എന്നൊക്കെ പറയുന്ന പോലെ കാർഡിയോയും സ്ട്രെങ്ത് ട്രെയിനിങ്ങുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ബാലൻസ്ഡ് റൊട്ടീൻ എക്സസൈസ് ആണ് നമുക്ക് വേണ്ടത്. അത് പല തരത്തിലാവാം, വിവിധ തരത്തിൽ ഉള്ള എക്സസൈസുകളൊക്കെ നമ്മുടെ ഇൻക്ലൂഡ് ചെയ്യണം. അതിൻ്റെ പരിശീലനം നേടിയതിന് ശേഷം മാത്രമേ നമുക്കത് ശരിയായ രീതിയിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ശരിക്കും എന്താണ് നമുക്ക് അത് ചെയ്യുവാണെങ്കിൽ റൊട്ടീൻ ഓവർ ഇൻറ്റൻസിറ്റി, അണ്ടർസ്റ്റാൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് കൺസിസ്റ്റൻസി ഓവർ ഇൻ്റർമിറ്റൻറ്റ് ഹൈ ഇൻറ്റൻസിറ്റി സെഷൻസ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ തീവ്രമായ എക്സർസൈസിനേക്കാളും നമ്മൾ പതിവായിട്ട് ചെറിയ എക്സർസൈസ് പതിവായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വളരെ സ്ഥിരമായിട്ട് അതിൻ്റെ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ചെറിയ എക്സസൈസിൽ കൂടിയാണ് നമ്മൾ പിന്നെ അതിൻ്റെ ഓരോ സ്റ്റെപ്പുകളിൽ കൂടി പോയി അത് റൊട്ടീനായി അതിൻ്റെ മറ്റു തരത്തിലുള്ള എക്സസൈസുകളൊക്കെയും ചെയ്യുന്നതാണ് ഉത്തമമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വേണം ചെയ്യാനും. Now what are the modern trends in exercise? നമുക്ക് തന്നെ അറിയാം, this modern trend includes exercise like HIIT. ഇത് കേട്ടിട്ടുള്ളവരുണ്ടാവും. ഈ HIIT എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അടുത്ത കാലത്താണ് ഇതിനൊരു പ്രത്യേകത കിട്ടിയത്. ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് എന്ന് പറയും. ഓക്കെ, നമ്മുടെ ശരിക്കും ഫിറ്റ്നസിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു തരത്തിലുള്ള ഇതിനകത്ത് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ഈ HIITയുടെ പ്രത്യേകത നോക്കുന്നുണ്ട്. ഇത് കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ കൂടുതൽ കലോറിയൊക്കെ ബേൺ ചെയ്യാനുള്ള ഒരുപാട് എക്സസൈസ് റൊട്ടീൻസ് ഇതിനകത്തുണ്ട്. പിന്നെ നമ്മുടെ മെറ്റബോളിസം ഒക്കെ ഇത് വളരെ നിലനിർത്താനായിട്ട് സാധിക്കും.
നമ്മുടെ ഹാർട്ടിന് ഏറ്റവും ബെസ്റ്റ് ആണെന്നാണ് പറയുന്നത്. എന്താണ് HIIT ഫുൾ ഫോം? എല്ലാവർക്കും അറിയാമായിരിക്കും, ഞാൻ ഒരിക്കൽ കൂടെ പറയാം. HIIT ഫുൾ ഫോം ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ്. എൻ്റെ ഇടയ്ക്ക് ഇൻ്റർവൽ ഉണ്ട്, നമ്മൾ കുറച്ച് എക്സസൈസിന് ശേഷം അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടവിട്ടുള്ള വിശ്രമവേളകളും എല്ലാം കൂടെ ചേർന്നുള്ള ഒരു രീതിയാണിത്. ഐ എം നോട്ട് ആൻ എക്സ്പേർട്ട് ഓൺ ദിസ്, ബട്ട് ഇത് ഇപ്പോൾ പലയിടത്തും ഈ HIIT എന്നുള്ള രീതിയിലുള്ള എക്സർസൈസിനെ കുറിച്ച് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പോൾ നമ്മളൊക്കെ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വേണ്ടി നമുക്ക് എവിടെ വേണമെങ്കിലും വെച്ച് ഇത് ചെയ്യാം. പ്രത്യേകിച്ച് ഒരു ഉപകരണങ്ങൾ വേണ്ട, വ്യായാമം എവിടെ വെച്ചും ചെയ്യാം. അപ്പോൾ ഏതൊരു ലിമിറ്റഡ് സ്ഥലത്ത് വെച്ച് പോലും ഇത് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അത് അതുകൊണ്ടാണ് അത് ഡെയിലി ചെയ്യാനും സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് യോഗ, ബ്രിസ്ക് വാക്കിംഗ്, റിമൈൻഡിങ് എവരി വൺ ദാറ്റ് എനി മൂവ്മെൻറ്റ് മാറ്റേഴ്സ്. ഇപ്പോൾ ഇതിലൂടെ ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ, നമുക്ക് എപ്പോഴും ഒരു സ്റ്റാഗ്നൻ്റായി ഇരിക്കാതെ എപ്പോഴും ഒരു മൂവ്മെൻറ്റ് നമ്മുടെ ബോഡിക്കും മൈൻഡിനും ഒക്കെയും നല്ലതാണ്. ദാറ്റ് ഈസ് വാട്ട് വി ആർ ഓൾ ടോക്കിംഗ് എബൌട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു പാർക്കിൽ അല്ലെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ രാവിലേക്ക് ഒന്ന് ചെറുതായിട്ടൊരു ബ്രിസ്ക് വാക്ക് ചെയ്താൽ തന്നെ നമ്മൾ ഒന്ന് റിഫ്രഷ് ആവും. ഫിസിക്കലി മാത്രമല്ല, മെൻ്റലി. അപ്പോൾ സ്ഥിരമായിട്ട് ഈ നടക്കാൻ പോകുന്നവർക്കൊക്കെ പോലും അതിൻ്റെ ഗുണങ്ങൾ അറിയാം. ഒരു ദിവസം നമ്മൾ നടക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഉന്മേഷക്കുറവ് പോലും ഒരു പക്ഷേ നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ മഴക്കാലമായിട്ടൊക്കെ കൃത്യമായിട്ട് വെളിയിൽ പോകാൻ പറ്റുന്നില്ല, മഴക്കാലമൊക്കെയാണ്. അപ്പോൾ ഞാൻ ഈ ചങ്ങമ്പുഴ പാർക്കിൽ നടക്കാൻ പോകുന്ന ഒരാളുടെ കൂട്ടത്തിലുള്ളതാണ്. ഞാൻ പലപ്പോഴും കണ്ടു അവിടെ കുട പിടിച്ചു പോലും ആൾക്കാർ മഴയുള്ള ദിവസം വന്ന് നടക്കുന്നത് കാണാറുണ്ട്. പ്രത്യേകിച്ചും പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് അതൊരു ശീലമായി കഴിഞ്ഞു. ഇപ്പം ഞാൻ തന്നെ ഇവിടെ വർഷങ്ങളായിട്ട് കാണുന്ന കുറേ ആൾക്കാരുണ്ട്, എത്രയോ വർഷത്തിന് മുന്നേ കണ്ട, അവരിന്നും നടക്കുന്നുണ്ട്. അതിൽ കുറച്ച് പേർക്കൊക്കെ ഇപ്പോൾ ഇത്രയും വർഷമായിട്ട് കുറേയൊക്കെ പ്രായം കൂടിയെങ്കിലും അവരുടെയൊക്കെ ഊർജ്ജസ്വലതയും അവരുടെയൊക്കെ ഫിസിക്കൽ ഫിറ്റ്നസ്സും കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കുറച്ച് പേരൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നവർ. എനിവേ, ഞാൻ പറഞ്ഞു തന്ന ഇത്രയേ ഉള്ളൂ. അപ്പോൾ എക്സസൈസിൻ്റെ കാര്യത്തിൽ നമ്മൾ വ്യായാമം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബോഡിയുടെ എല്ലാ തരത്തിലുള്ള ഫങ്ഷൻസ് അടക്കം വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. ലെറ്റ്സ് ലുക്ക് അറ്റ് സം കൈൻഡ്സ് ഓഫ് എക്സസൈസ്. പലപ്പോഴും ഈ HIIT എന്ന് പറയുന്ന അവർ ഇതിൻ്റെ മിനിറ്റ്സിൽ ഇതിൻ്റെ വർക്കൗട്ട് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. 150 minutes ഓഫ് എക്സസൈസ് പെർ വീക്ക്, ദാറ്റ്സ് ഇനഫ് ആക്ച്വലി. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കാർഡിയോ, ഈ മസിൽ സ്ട്രെങ്തനിങ് ഒക്കെ ഉള്ള അത് രണ്ടായിട്ട് തരംതിരിച്ചിട്ട്, അപ്പോൾ അതിനകത്ത് എത്ര മിനിറ്റ് പെർ വീക്ക് എന്ന് പറയുന്നത് ബാലൻസ് ഡേയ്സിൻ്റെ 3 weeks ഡേയ്സിലൊക്കെ ചെയ്യാറുണ്ട്. സോ ദിസ് വാട്ട് എവർ വി ആർ സീയിങ് ഹിയർ ഇസ് ഓൺലി എ സാമ്പിൾ. ഇത് എല്ലാവർക്കും ഒരേപോലെ ഈ 150 minutes എന്ന് നമുക്ക് ഒരു ഗൈഡ് ലൈനായിട്ടോ അല്ലെങ്കിൽ ഒരു തമ്പുറോട്ടോ പറയാൻ പറ്റത്തില്ല. ബട്ട് അഗെയിൻ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പീപ്പിൾസ് ഫിസിക്കൽസ്, ഹെൽത്തി സിറ്റുവേഷൻസ് ആൻഡ് ഓൾ. എനിവേ, ഇതുപോലുള്ള പ്രത്യേകിച്ചും ജിമ്മിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഇൻസ്ട്രക്ടർമാരെ, ഹെൽത്തിനെയൊക്കെ കൺസിഡർ ചെയ്ത് നല്ല ഇൻസ്ട്രക്ടർമാരുള്ള ഈ ജിമ്മിലൊക്കെ ഇതുപോലുള്ള ഒരുപാട് പ്രോഗ്രാംസും നമുക്ക് കാണാനായിട്ട് സാധിക്കും. Okay, so actually this is for building a foundation for our physical exercise. Now let us look at the number 2, the healthy diet, fueling your success. ശരിക്കും നമ്മുടെ എന്താണ് ഈ പോഷകാഹാരം എന്ന് പറയുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ തന്നെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. അതാണ് നമ്മുടെ ഒരു ദിവസം പോലും നിർണായകമാകുന്നതും പോഷക ആഹാരങ്ങളുടെ കുറവും കൂടുതലും കൊണ്ടൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ നമ്മുടെ ഒരു ദിവസത്തിൻ്റെ തുടക്കവും ഒടുക്കുകയും ഒക്കെ ആയിരിക്കുന്നത്. സോ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് യുവർ ഡെയിലി ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, സോ ബാലൻസ്ഡ് മീൽ പ്ലാൻസ് ഒക്കെ നമ്മൾ പലപ്പോഴും ഈ പല മാഗസിൻസിലൊക്കെ കാണാറുണ്ട്, അല്ലെങ്കിൽ ഡയറ്റീഷ്യൻസ് പറയാറുണ്ട്. സോ വാട്ട് ഈസ് ദിസ് ബാലൻസ്ഡ് മീൽ ഈസ് ഹൗ ഇറ്റ്സ് ഹെൽപ്പിംഗ് അസ് ഫോക്കസ് ഓൺ എ മിക്സ് ഓഫ് പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, ഹെൽത്തി ഫാറ്റ്സ് ആൻഡ് ഫൈബേഴ്സ്. അപ്പോൾ ഇതായിരിക്കും പലപ്പോഴും നമുക്ക് ഇതിനൊരു ബാലൻസ്, ഒരു സന്തുലിതാവസ്ഥയുണ്ട്. അപ്പോൾ ഈ ബാലൻസ്ഡ് മീൽ പ്ലാൻസ് ഒക്കെ വെച്ചുകൊണ്ട് പലരും ഈ ആരോഗ്യത്തെ ഈ പല അസുഖങ്ങളൊക്കെ ഉള്ള കാരണം നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസൊക്കെ അനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബാലൻസ്ഡ് പ്ലാനിൽ കൂടെ തന്നെ ആഹാരം കഴിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർ ആ സ്ട്രിക്റ്റായിട്ട് അത് ഫോളോ ചെയ്യുകയും ചെയ്യും. Now, mindful eating
നമ്മൾ ഇവിടെ തന്നെ കേട്ടിട്ടുള്ളതാണ് മൈൻഡ്ഫുൾ ഈറ്റിങ്ങിനെ കുറിച്ച്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഏറ്റവും ശ്രദ്ധാപൂർവമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യാമെന്ന് പറയാറുണ്ട്. ഈവൻ ഡ്രൈവിംഗ് ആയാലും, ഈ പറയുന്ന ഭക്ഷണം കഴിക്കുന്നതാണെങ്കിൽ, മറ്റെന്ത് പ്രവർത്തികളായാലും. സോ ഇഫ് വി ആർ ഡൂയിങ് ഇറ്റ് മൈൻഡ്ഫുള്ളി, നമ്മൾ വളരെ ശ്രദ്ധയോട് ചെയ്ത് കഴിയുമ്പോഴാണ് അതിൻ്റെയൊക്കെ ഗുണം ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. ഇൻക്ലൂഡിങ് ദ മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾ മെഡിറ്റേഷനെ കുറിച്ചൊക്കെ നമ്മളിവിടെ പറയാറുണ്ട്. അപ്പോൾ മൈൻഡ്ഫുൾ ഈറ്റിങ്ങിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ഇറ്റ് എൻകറേജ് ചോയ്സസ് ദാറ്റ് പ്രൊവൈഡ് സസ്റ്റെയിൻഡ് എനർജി റാദർ ദാൻ ക്വിക്ക് എംപ്റ്റി കലോറീസ്. അപ്പോൾ ശരിക്കും നമുക്കൊക്കെ അറിയാം, ഇപ്പോഴുള്ള ഈ ജങ്ക് ഫുഡ് എന്നൊക്കെ പറയുന്നത്, അതൊക്കെ പെട്ടെന്ന് നമുക്ക് എന്താണ് കലോറികളൊക്കെ നമുക്ക് കിട്ടുമെങ്കിലും ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ടത് ഈ കലോറികളേക്കാൾ ഊർജ്ജമാണ്, എനർജി കിട്ടുന്ന ഭക്ഷണക്രമങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ഈ മൈൻഡ്ഫുൾ ഈറ്റിംഗ് സഹായിക്കുകയും ചെയ്യും. ഓക്കെ, നാ ഇമ്പോർട്ടൻ്റ് ഈസ് ഹൈഡ്രേഷൻ. ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഹൈഡ്രേഷന് ഡീഹൈഡ്രേഷന് സംഭവിക്കും. ഡീഹൈഡ്രേഷൻ സംഭവിക്കുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ ക്ക് വേണ്ട വെള്ളം കിട്ടാതെ വരുമ്പോഴുള്ള പല അസ്വസ്ഥതകൾ, പല രോഗങ്ങളും. സ്ഥിരമായിട്ട് വെള്ളം കുടിക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് അസുഖങ്ങൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ തന്നെ കാണാറുണ്ട്. അപ്പോൾ ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മസ്റ്റ്. സ്ട്രെസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ ആൻഡ് അതർ നാച്ചുറൽ ഫ്ലൂയിഡ്സ്. വെള്ളം മാത്രമല്ല, നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന അങ്ങനെ ഉപയോഗിക്കുന്ന ഫ്ലൂയിഡ്സ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളായാലും അതും ഹൈഡ്രേഷനിൽ ഉൾപ്പെടും, ടു മെയിൻറ്റെയിൻ ഒപ്റ്റിമൽ ബോഡി ഫങ്ഷൻ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് നമ്മുടെ വെള്ളത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ബോഡി ബാലൻസിങ്ങിലെ, മൈൻഡ് ബാലൻസിങ്, എസ്പെഷ്യലി നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റീസിനൊക്കെയും തന്നെയും ജലത്തിൻ്റെ വളരെ ആവശ്യമാണ്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ബാലൻസ്ഡ് മീൽ പ്ലാനിൻ്റെ ഇതൊരു സാമ്പിളാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതുപോലെ സെലക്ട് ചെയ്ത് ഓരോ മനുഷ്യരുടെയും ഹെൽത്ത് കണ്ടീഷൻസ് അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടതായിട്ടുള്ള കലോറി ഇൻടേക്ക് അനുസരിച്ചിട്ട് വി ക്യാൻ ഗോ ഫോർ എ ബാലൻസ്ഡ് മീൽ പ്ലാൻ. അങ്ങനെയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളത്തിൻ്റെ ഏറ്റവും ഒരാവശ്യകതയും നമ്മുടെ ഈ മീൽ പ്ലാനിൽ ഉണ്ടായിരിക്കും. നമ്മുടെ ഡെയിലി ഇൻടേക്കിൽ പെടുന്ന ഒരു കാര്യം കൂടിയാണ് ദ പ്രോപ്പർ ഹൈഡ്രേഷൻ. Now let us look at the pillar number 3 of the physical of the fitness plan. That's called the quality sleep. The quality sleep ശരിക്കും എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്? ഉറക്കം ശരിക്കും പറഞ്ഞാൽ ഒരു താക്കോലുമാരിയാണ്, അല്ലേ? നമ്മൾ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാം തിരിച്ചെടുക്കാൻ പറ്റും. വി ക്യാൻ റിക്കവർ മെനി തിങ്സ് ആഫ്റ്റർ എ ക്വാളിറ്റി സ്ലീപ്പ്. ഓക്കെ, സോ വാട്ട് ഈസ് ദി സൂത്തിങ് ബെനിഫിറ്റ്? സ്ലീപ്പ് ഈസ് ക്രൂഷ്യൽ ഫോർ മസിൽ റിക്കവറി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെമ്മറി, കൺസോളിഡേഷൻ ആൻഡ് ഇമോഷണൽ റെഗുലേഷൻ. അപ്പോൾ നല്ലൊരു സ്ലീപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ഗുണങ്ങളാണ് ഇവിടെ പറഞ്ഞതെല്ലാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പേശികളുടെയൊക്കെ വീണ്ടെടുക്കാം, ഓർമ്മശക്തി കിട്ടും, നമ്മുടെ വൈകാരിക ഒരു കൺട്രോള് പോലും നല്ല ഉറക്കം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. സ്ലീപ്പ് ഹൈജീൻ ടിപ്സ്. സോ നമുക്ക് ഈ പറഞ്ഞ പലതരത്തിലുള്ള നമ്മൾ ഈ ഉറക്കത്തെക്കുറിച്ച് എത്ര മണിക്കൂർ ഉറങ്ങണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഇപ്പോഴും ഡിബേറ്റ് നടക്കുന്ന ഒരു സമയമാണ്. ഒരാളുടെ ജീവിതത്തിൽ 8 മണിക്കൂർ ഉറങ്ങാൻ പറയുന്നവരുണ്ട്. എന്നാൽ അതല്ല, 8 മണിക്കൂർ എല്ലാവർക്കും ആവശ്യമില്ല. ചിലർ 5 മണിക്കൂർ പോലും ഉറങ്ങിക്കഴിഞ്ഞാൽ പോലും ആവശ്യമായ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വിശ്രമവും നമ്മുടെ ഉറക്കത്തിൽ കൂടി ഒരുപാട് ബോഡിയുടെ പ്രോസസ്സിംഗ് ഒക്കെ നടക്കും. ഈ കാര്യത്തെക്കുറിച്ചാണ് ഉലകന്നാൻ സാറിൻ്റെ വിശദമായ ക്ലാസ്സിലൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേട്ടതാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറേ ടിപ്പുകളുണ്ട്, എങ്ങനെ നമുക്ക് നല്ല ഉറക്കം കിട്ടാം എന്നതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് ടിപ്പുകളൊക്കെ അവൈലബിൾ ആണ്. സോ മെയിൻറ്റെയിൻ എ കൺസിസ്റ്റൻറ്റ് സ്ലീപ്പ് ഷെഡ്യൂൾ എലിമിനേറ്റിംഗ് ബ്ലൂ ലൈറ്റ് ബിഫോർ ബെഡ് ടൈം. നമ്മളെ ഇതെല്ലാവരും ഈ പറയുന്ന കാര്യം നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. എന്താണ്? നമ്മൾ മൊബൈൽ ഫോണിൻ്റെ ബ്ലൂ ലൈറ്റ് എന്ന് ഉദ്ദേശിച്ച് തന്നെ ശരിക്കും പറഞ്ഞാൽ അതാണ്. ഈ മൊബൈൽ ഫോണിൻ്റെ ലൈറ്റ് നമ്മുടെ ഉറക്കത്തെ സാരമായി ബാധിക്കുന്നു എന്നാണ് പറയുന്നത്. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുന്നെയെങ്കിലും ഈ ബ്ലൂ ലൈറ്റ് നമ്മൾ നിർബന്ധമായിട്ടും കട്ട് ഓഫ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, അതെന്താണ് ശരിക്കും പറഞ്ഞാൽ ഉറക്കത്തിന് നമുക്ക് വേണ്ട ഒരു അറ്റ്മോസ്ഫിയർ കിട്ടണമെങ്കിൽ ഈ ബ്ലൂ ലൈറ്റിൽ കൂടെ കിട്ടുകയില്ല. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ഈ ഉറക്കത്തിൻ്റെ നമ്മൾ തുടക്കത്തിലാണ് നമ്മളിങ്ങനെ സ്ലിപ്പ് ചെയ്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം നമുക്ക് കിട്ടുന്നത്. അതുപോലെ രാവിലെ ഉണരുന്നതും അങ്ങനെയാണ്. അപ്പം ഇതാണ്
നമ്മൾ എന്തൊരു ആൽഫ മെഡിറ്റേഷനിലൊക്കെ പോകുന്ന ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അറിയാണ്ട് ഉറങ്ങിപ്പോണം. അതാണ് ഹെൽത്തി സ്ലീപ്പിങ്ങിൽ പറഞ്ഞത്. ഓക്കെ. അതുപോലെ രാവിലെ ആണെങ്കിലും നമ്മൾ ഉണരുന്നത് പോലും വളരെ എനർജറ്റിക് ആയിട്ട് ആയിരിക്കണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ രാവിലെ ഉണർന്നു കഴിയുമ്പോൾ തന്നെ നല്ല ചിന്തകളും നല്ല രീതിയിലുള്ള എന്താണ് നമ്മുടെ ഒരു ഫിസിക്കൽ ഒരു സ്റ്റാറ്റസും മെൻ്റൽ സ്റ്റാറ്റസോട് കൂടി തന്നെ നമ്മൾ ഉണരാണെന്നൊക്കെ പലരും പറയാറുള്ളതിൻ്റെ കാരണം ഇതാണ്. അപ്പം ഈ രീതിയിൽ നല്ല ഉറക്കത്തിനുള്ള ടിപ്പുകളൊക്കെ അപ്പോൾ മൊബൈൽ ഫോൺ കട്ട് ചെയ്യുക എന്നുള്ളത് അതുപോലെ തന്നെയാണ് നമ്മുടെയൊക്കെ വീട്ടിൽ നടക്കുന്ന ഈ ടി വിയുടെ ഉപയോഗം. പ്രത്യേകിച്ച് ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുന്നേ എങ്കിലും നമ്മൾ ഇതൊക്കെ കട്ട് ചെയ്തെങ്കിൽ മാത്രമേ ശരിയായ ഉറക്കം കിട്ടുള്ളൂ. കാര്യം ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് നമ്മൾ ഈ കേട്ട ശബ്ദങ്ങളും ഈ കണ്ട സീനുകളും ഒക്കെ നമ്മുടെ ബ്രെയിൻ അബ്സോർബ് ചെയ്ത് നമ്മുടെ എന്താണ് ഈ എക്സ്റ്റേണൽ ഈവൻറ്റ്സ് ഒക്കെ നമ്മുടെ ബ്രെയിനിൻ്റെ ഈ നമ്മുടെ IR പോയിട്ട് നമ്മുടെ ബാക്കി അതെല്ലാം നമ്മുടെ ബിഹേവിയറായിട്ടും അതെല്ലാം ഒരു പ്രോസസ്സിൽ കൂടെ പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് ഫിസിയോളജിയെ ബാധിക്കുമെന്നാണ് പറയുന്നത്. ഈവൻ ടി വി ഹൊറർ മൂവിയൊക്കെ കാണുക, അല്ലെങ്കിൽ ചില സീരിയലുകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അതുള്ള പ്രോഗ്രാംസ് ഉണ്ട്. നമ്മുടെ പല മലയാളം ചാനലിലൊക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള പരിപാടികളൊക്കെ ഏതാണ്ട് ഒരു 10 മണിക്കും 10:30ക്കും ഒക്കെ ഇടയ്ക്കാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഉറങ്ങാൻ പോയാൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ശരിക്കും നമ്മുടെ ഉറക്കത്തെ ഇത് കാര്യമായിട്ട് ബാധിക്കുന്ന പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ടാണ് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഇതിപ്പം 1 മണിക്കൂർ പറ്റുമോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈവൻ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം 1 മണിക്കൂർ മുന്നേ നിർത്താൻ ചോദിക്കുക. നമ്മൾ അതുകൊണ്ടാണ് ഉറങ്ങുന്നത് പോലും. നമ്മുടെ ബെഡിൻ്റെ സൈഡിൽ പോലും വെക്കുന്നത് ഈ മൊബൈൽ ഫോണാണ്. അതിൽ കൂടെയാണ് നമ്മൾ ചിലപ്പോൾ അറിയാണ്ട് ഉറങ്ങുന്നതും ഈ മൊബൈൽ ഫോൺ നോക്കിയായിട്ടുള്ള അങ്ങനെയുള്ള ഹാബിറ്റ് ഉള്ളവരുണ്ട്. അപ്പോൾ കഴിവതും ഈ പറയുന്ന ഹൈജീൻ ടിപ്സ് ഒക്കെ എന്തിനാണ് പറയുന്നത് വെച്ചാൽ ടു ഗെറ്റ് എ ബെറ്റർ സ്ലീപ്പ്, ക്വാളിറ്റി സ്ലീപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്പുകളാണ്. ഇത് മിക്കവർക്കൊക്കെ എല്ലാവർക്കും അറിയാം, എങ്കിലും ഇത് നമ്മുടെ ഹാബിറ്റാണ്. ഉറങ്ങണമെങ്കിൽ അന്നത്തെ ദിവസം നമ്മൾ പ്രത്യേകിച്ചും സ്ത്രീകളൊക്കെ ആണെങ്കിൽ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് മൊബൈലിൽ നോക്കുന്ന സമയം പോലും ഈ ഉറങ്ങുന്നതിന് മുന്നാണ്. അവർക്ക് വീട്ടിലെ ജോലികളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ സമയം കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ലായിരിക്കും, തിരക്കായിരിക്കും അവരുടെ. പക്ഷേ അവർക്ക് കിട്ടുന്ന ഒരു സമയം ഉറങ്ങുന്നതിന് ഒരു അരമണിക്കൂറോ 15 മിനിറ്റൊക്കെ മുന്നേ ആണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഉറക്കത്തെ ഇത് എങ്ങനെ ബാധിക്കുമെന്ന് അവരോട് ചോദിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ഉത്തരം കിട്ടൂ. പക്ഷേ നമുക്കൊക്കെ അറിയാം, നമ്മുടെയൊക്കെ ഈ സ്ലീപ്പ് ഡിസ്റ്റർബ് ആവുന്നത് ഇതുകൊണ്ടാണ്. ഡീപ്പ് സ്ലീപ്പിലൊക്കെ നമ്മൾ ഡ്രീം സ്ലീപ്പ് ഉണ്ടെന്ന് പറയുന്നത്, സ്വപ്നങ്ങൾ കാണുന്ന ഒരു സമയം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡീപ്പ് സ്ലീപ്പിൽ നമ്മൾ ഒരു സ്വപ്നവും കാണത്തില്ല. നമ്മളത് ഇപ്പം ഈ ഡ്രീം സ്ലീപ്പിൽ തന്നെ പേടിപ്പിക്കുന്ന പല സ്വപ്നങ്ങളൊക്കെ കാണുന്ന സംതിങ് ഈസ് ട്രിഗറിങ്. നമ്മുടെ ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷനിൽ നമ്മുടെ ബ്രെയിനിൻ്റെ അതിനകത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ട എന്തോ ആക്ടിവിറ്റീസ് ഒക്കെ ഇറ്റ് ഈസ് അഫക്റ്റിംഗ് യു, ഇറ്റ് ഈസ് ഡിസ്റ്റർബിങ് യു ആക്ച്വലി. അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ രജിസ്റ്റർ ചെയ്ത ആ ഇൻസിഡൻസ് ഒക്കെയും ഒരു പക്ഷേ നമ്മുടെ ഫിസിയോളജിയിലോ നമ്മുടെ ഉറക്കത്തിലോ ഒക്കെ നമ്മളെ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഒക്കെ ബാധിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇതെല്ലാം ഒഴിവാക്കണമെന്ന് പറയുന്നത്. ഇമ്പാക്റ്റ് ഓൺ ക്രിയേറ്റിവിറ്റി, തീർച്ചയായിട്ടും അതാണ്. പ്രോപ്പർ റെസ്റ്റ് ഫ്യൂവൽസ് ഡൈനാമിക് ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റി. നമുക്കൊന്ന് ആലോചിച്ച് നോക്കി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിയായ വിശ്രമം ഇല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ബൗദ്ധിക പ്രവർത്തനങ്ങളോ ഒക്കെ ആണെങ്കിലുണ്ടോ അതിന് വേണ്ടതും അത് ഉറക്കത്തിൽ കൂടിയാണൊക്കെ അത് കൂടുതലും കിട്ടുന്നത്. അത് ശരിക്കും ഒരു ഫ്യൂവലാണെന്ന് തന്നെ നമുക്ക് പറയാം, വിശ്രമം ഇൻ ടോട്ടാലിറ്റി. അപ്പോൾ ഉറക്കത്തെക്കുറിച്ച് ഈ പറഞ്ഞ ഈ മൂന്നാമത്തെ പില്ലറാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇത് നമ്മൾ നമ്പർ 3 ആണെങ്കിലും നമ്മളിതിനെ ജനറലി നോക്കുകയാണെങ്കിൽ ദിസ് ഷുഡ് ബി ദ ഫസ്റ്റ് പില്ലർ, പ്രോപ്പർ സ്ലീപ്പ്, ക്വാളിറ്റി സ്ലീപ്പ്. Okay, so let us, look at the other benefits of consistent fitness. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പതിവായിട്ട് നമ്മൾ എക്സർസൈസ് ചെയ്ത് പതിവായിട്ട് ഫിറ്റ്നസ് വഴി നമുക്ക് ജീവിതത്തിൽ കിട്ടാൻ പോകുന്ന ഇത് എന്തൊക്കെയാണെന്ന് ഉള്ളതിനെക്കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും ബോധവാന്മാരാണ്. പ്രത്യേകിച്ചും അടുത്ത കാലത്ത് നമ്മുടെ ഈ ഫാസ്റ്റ് ലൈഫിൽ, അല്ലാതെ ഇന്നത്തെ ഈ പൊതുവായിട്ടുള്ള ഈ ജീവിത നമ്മുടെ സൈക്കിളിലൊക്കെ വരുമ്പോൾ എല്ലാവരും തിരക്കും തിക്കിലൊക്കെയാണ് പോകുന്നത്. ആഹാരം കഴിക്കുന്നതിനുള്ള സമയം കിട്ടാതെ പോകുന്നവരുണ്ട്. ഈ പറഞ്ഞ പോലെ പലതരത്തിലും വേണ്ട സമയത്ത് എക്സർസൈസ് ചെയ്യാൻ പറ്റാത്തവരുണ്ട്. ലാസ്റ്റ്ലി ഇപ്പോഴത്തെ ഈ ഫാസ്റ്റ് ലൈഫിൽ ഉറക്കം പോലും കിട്ടാതെ പിറ്റേ ദിവസം അതേ ഒരു മെൻ്റൽ സ്റ്റേജിലൂടെ ഇതൊരു സൈക്ലിക് പ്രോസസ്സായിട്ട് തന്നെ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നോക്കിയാൽ തന്നെ
നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഫിറ്റ്നസ്സിനെ ഡോണ്ട് ഇഗ്നോർ ദ ഫിറ്റ്നസ് എന്ന് പറയുന്നതിൻ്റെ കാരണം നമ്മൾ ഇതൊക്കെ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇറ്റ് ഈസ് അഫക്റ്റിംഗ് അവർ ലൈഫ് ആക്ച്വലി. അപ്പോൾ നമുക്ക് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫിസിക്കൽ ഹെൽത്ത് ഗെയിൻസ്, ഇൻക്രീസ്ഡ് സ്ട്രെങ്ത്, കാർഡിയോവാസ്കുലർ ഹെൽത്ത് ആൻഡ് എൻഡുറൻസ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ശാരീരിക നേട്ടങ്ങളാണിത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരു എന്താണ് ഫിസിക്കൽ ഒരു ശക്തി ഉണ്ടാകും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഹൃദയത്തിൻ്റെ ആരോഗ്യം. അതാണ് കാർഡിയോവാസ്കുലർ ഹെൽത്ത് എന്ന് പറയുന്നത്, ഹൃദയത്തിൻ്റെ ആരോഗ്യം. അത് നമുക്ക് തീർച്ചയായിട്ടും നിലനിർത്താൻ പറ്റും ഇഫ് യു കൺസിസ്റ്റൻ്റ്ലി ഡു ദി എക്സസൈസസ്. ഈ പറഞ്ഞ പില്ലറിൽ കൂടിയൊക്കെയുള്ള എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഗെയിൻസ് ആക്ച്വലി മെൻ്റൽ ക്ലാരിറ്റി ആൻഡ് ക്രിയേറ്റിവിറ്റി. കൺസിസ്റ്റൻറ്റ് ഫിറ്റ്നസ് ലീഡ്സ് ടു റെഡ്യൂസ്ഡ് സ്ട്രെസ്, ഷാർപ്പർ ഫോക്കസ് ആൻഡ് ഇന്നോവേറ്റീവ് തിങ്കിങ്. ശരിക്കും എന്താണ് നമ്മുടെ മെൻ്റൽ ക്ലാരിറ്റി, നമുക്കൊരു വ്യക്തത കിട്ടും ശരിക്കും പറഞ്ഞാൽ. സ്ഥിരമായിട്ടുള്ള ഫിറ്റ്നസ്, നമുക്ക് ശരിയായിട്ടുള്ള എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രഷർ കുറയ്ക്കും, നമുക്ക് കൂടുതൽ ഫോക്കസ് കിട്ടും, കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും. നമ്മുടെ തോട്ടുകളും ഒക്കെ ആണെങ്കിൽ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യുന്നതിനൊക്കെ ഈ നല്ല ഫിറ്റ്നസ് ഉള്ള ബോഡിയിൽ കൂടി നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് എക്സസൈസും ഒക്കെ പ്രാധാന്യം ഉള്ളതാകുന്നത്. Now, the last one is the emotional resilience. എന്താണ് റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോഴൊക്കെ ഏതെങ്കിലും തരത്തിൽ ദിവസത്തിൽ ഏതെങ്കിലും തരത്തിലൊക്കെ നമ്മുടെ സാധാരണ ഒരു ഇൻസിഡൻറ്റ് കൊണ്ട് നമ്മളല്ലാതായി മാറുന്ന പല ഇൻസിഡൻറ്റുകളും വരാം. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് വന്നു കഴിഞ്ഞ് തിരിച്ച് നമുക്ക് ആ പഴയ സ്റ്റേജിലേക്ക് പോകുന്നതിനെയാണല്ലോ ശരിക്കും പറഞ്ഞാൽ റെസിലിയൻസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇമോഷണൽ റെസിലിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമ്മൾ എല്ലാവരും ഇമോഷണലി വൈകാരികമായിട്ടൊക്കെയാണ് പല കാര്യങ്ങളെ കാണുന്നതൊക്കെയും. സോ വി നീഡ് ടു കം ബാക്ക് ടു അവർ ഓൺ ഐഡൻറ്റിറ്റി. സോ ബെറ്റർ മൂഡ് റെഗുലേഷൻസ് ആൻഡ് എ മോർ പോസിറ്റീവ് ഔട്ട്ലുക്ക്. നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇമോഷണൽ ഇൻ്റലിജൻസും ഒക്കെ ആണെങ്കിലും നമുക്ക് അതിൽ കൂടെ നമുക്കൊരു തിരിച്ചറിവ്, നമ്മുടെ പ്രത്യേകിച്ചും നമ്മുടെ വികാരങ്ങളുടെയൊക്കെ എല്ലാ തരത്തിലും അഫക്റ്റ് ചെയ്യുന്ന വികാരങ്ങളിലേക്ക് മാറിയിട്ട് നമുക്ക് ഒരു ബെറ്റർ പൊസിഷനിൽ മറ്റൊരു മൂഡിലേക്ക് വരാൻ തീർച്ചയായിട്ടും ഫിസിക്കൽ ഫിറ്റ്നസ് സാധിക്കും. അപ്പോൾ നമ്മൾ ഇനിയും കാണാൻ പോകുന്ന ഈ പിക്ചറിൽ നോക്കിയിട്ടുണ്ട്, ഇത് എക്സർസൈസും ഒക്കെ ചെയ്യുന്നതിന് മുൻപും അല്ലെങ്കിൽ പറഞ്ഞ ബെറ്റർ സ്ലീപ്പിനൊക്കെ മുന്നേ, ഒരു ഹെൽത്തി ഡയറ്റിനൊക്കെ മുന്നേയും പിന്നെയും കാണുന്ന ഗുണങ്ങളാണ്. ഇതാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ. എന്താണ്, നമ്മൾ ഇത് ചെയ്തില്ലെങ്കിൽ ലോ എനർജി ആയിരിക്കും നമ്മുടെ ലൈഫിൽ തന്നെ, നമ്മുടെ ജീവിതത്തിൽ തന്നെ ലോ എനർജിയിൽ കൂടെ ആയിരിക്കും ഒരു ദിവസം കടന്നു പോകുന്നത്. ഒരു പക്ഷേ ഒന്ന് ചെയ്തു നോക്കി, നല്ലപോലെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നടന്നിട്ട് ശരിയായ രീതിയിലുള്ള വാക്കിങ്, ശരിയായിട്ടുള്ള രീതിയിലുള്ള ബ്രീത്തിങ് ഒക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ യു വിൽ ഫീൽ മോർ എനർജറ്റിക് ആക്ച്വലി, റൈറ്റ്? അതുപോലെ ഇൻസോംനിയ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഉറക്കമില്ലായ്മയ്ക്കാണ് ഇൻസോംനിയ എന്ന് തന്നെ പറയുന്നത്. ഓക്കെ, അതൊരു തകരാറാണ്, ഉറക്കം നമുക്ക് കിട്ടാനുള്ള തകരാറാണ്. ചിലർക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതെല്ലാം ഇൻസോംനിയ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ പെടും. നമ്മൾ ശരിക്കുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. യു വിൽ ഹാവ് എ ബെറ്റർ സ്ലീപ്പ്. നെക്സ്റ്റ് ഇസ് ദ പുവർ ഡയറ്റ് ബിഫോർ. നമ്മൾ ഹെൽത്തി ഡയറ്റാണ്. ഇത് ഫിസിക്കൽ ഫിറ്റ്നസ് ഒന്നും ചെയ്യാതെ നമ്മൾ ഒരു രീതിയിലും ഇതിനെക്കുറിച്ചൊന്നും ഒരു ബോധമില്ലാതെ നമ്മൾ തിക്കും തിരക്കിലൊക്കെ പെട്ട് ഇതൊന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വെയിറ്റ് ഗെയിൻ ഉണ്ടാവും. അമിതഭാരം എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെ ഒരു വാതായനമാണ്, എല്ലാ രോഗങ്ങളുടെ, ഇൻക്ലൂഡിങ് ഹാർട്ട് അറ്റാക്ക്. ശരിയായിട്ടുള്ള ഫിസിക്കൽ ഫിറ്റ്നസ്, ശരിയായിട്ടുള്ള എക്സർസൈസ് നോക്കി തീർച്ചയായിട്ടും വെയിറ്റ് ലോസ് ഉണ്ടാവും. നമ്മൾ ഇത് നമ്മൾ ഇനാക്ടിവേറ്റ് ആയിരിക്കും. നമ്മൾ പ്രത്യേകിച്ച് ഒരു ഊർജ്ജസ്വലതയൊന്നും ഇല്ലാതെ ഒരു ആക്ടിവിറ്റിയിൽ ഇൻട്രസ്റ്റ് തോന്നാതിരിക്കുന്ന ഒരു അവസ്ഥ, അത് മാറണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇൻക്രീസ്ഡ് ആക്ടിവിറ്റി കിട്ടും. അത് നമ്മുടെ ഈ മൂഡ് സ്വിങ് ഒക്കെ മാറ്റുകയും നമുക്ക് തന്നെ ഒരു ഫീൽ ഗുഡ് ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് വരാനും സാധിക്കും. Now there are some challenges. അപ്പോൾ എല്ലാ കാര്യത്തിനും നമ്മൾ ഇതൊക്കെ പറയുമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിനും ചലഞ്ചുകളാണ്. എന്തുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണെങ്കിലും നമുക്ക് എന്തുകൊണ്ട് ഇത് പലപ്പോഴും ഇതൊരു ഡെയിലി പ്രാക്ടീസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല? അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്തുകൊണ്ടാണ് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല? അപ്പോൾ നമ്മൾ പറയും പലതരത്തിലുള്ള തടസ്സങ്ങളുണ്ടെന്ന് പറയും. പ്രത്യേകിച്ചും
ഈ ഫിറ്റ്നസിൻ്റെ കാര്യത്തിലും അല്ലെങ്കിൽ എക്സസൈസിൻ്റെ കാര്യത്തിലോ ഉറങ്ങുന്ന കാര്യത്തിലൊന്നും അത്ര നമ്മൾ ഒരു പക്ഷേ എന്താണ് നിർബന്ധം പിടിക്കാറുമില്ല ഉണ്ടോ? പ്രത്യേകിച്ച് എക്സസൈസ് ചെയ്യാനായിട്ടൊക്കെ നമ്മുടെ മനസ്സൊക്കെ ഉണ്ടെങ്കിൽ ആദ്യത്തെ 2-3 ദിവസമൊക്കെ പോയി കഴിഞ്ഞാൽ അഗൈൻ യു ആർ ഫൈൻഡിങ് ഔട്ട് റീസൺസ്. മഴയുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യാൻ പറ്റില്ല, പട്ടിയെ പേടിച്ച് എനിക്ക് നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ റീസൺസ് തീർച്ചയായിട്ടും ഈ ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ കാര്യത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റീസൺസ് കണ്ടുപിടിക്കുന്നത്. സമയമില്ല, സമയപരിധികൾ. സോ വാട്ട് ആർ ദി ചലഞ്ചസ്? ആസ് ഐ സെഡ്, ടൈം കൺസ്ട്രെയിൻസ്. ഓക്കെ, നമ്മളെപ്പോഴും എല്ലാത്തിനും സമയത്തെ കുറ്റം പറയുന്നവരാണ്. സോ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട്, എക്സ്പ്ലോർ വേസ് ടു ഇൻകോർപ്പറേറ്റ് ഷോർട്ട് എഫക്റ്റീവ് വർക്കൗട്ട്സ് ഇൻ ടു എ ബിസി ഷെഡ്യൂൾ. ഞാൻ പറഞ്ഞു, തിരക്കാണ് ജീവിതം. രാവിലെ തുടങ്ങുമ്പോൾ തന്നെ ഓട്ടം നിൽക്കുന്നത് എപ്പോഴാണെന്ന് പലർക്കും അറിയാമില്ല. അപ്പോൾ ആ കിട്ടുന്ന സമയപരിധികൾക്കുള്ളൊക്കെ നിന്ന്, തിരക്കേറിയ ഒരു ഷെഡ്യൂളിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന സമയം ഉപയോഗിച്ച് വേണമെങ്കിൽ പോലും ചെറിയ വ്യായാമങ്ങളൊക്കെ ചെയ്യാം. ചിലരൊക്കെ ഇപ്പോൾ ഓഫീസിൽ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട്, ചിലരൊക്കെ ഇവിടുത്തെ കാര്യം എനിക്ക് പൊതുവായിട്ട് അറിയത്തില്ല, ഞാൻ ഗൾഫ് കൺട്രിയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഉച്ച കിട്ടുന്ന 1 hour ബ്രേക്കിൽ പെട്ടെന്ന് പോയിട്ട് ലഞ്ച് കഴിച്ചിട്ട് സം പീപ്പിൾ യൂസ് ടു വാക്ക് ഓൺ ദ കോർണിഷ്, ഓൺ ദ പാർക്ക്. ചിലപ്പോൾ ഈ ചൂടുകാലമായതുകൊണ്ടൊന്നും അവിടെ നിന്ന് പറ്റത്തില്ലായിരിക്കും. അപ്പോൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ സമയപരിമിതികളിൽ നമ്മൾ തൂങ്ങി നിൽക്കാതെ ഈ തിരക്കേറിയ ഈ ജീവിതത്തിൽ കിട്ടുന്ന സമയം അനുസരിച്ചിട്ട് ചെറുതും വലുതുമായ ബട്ട് എഫക്റ്റീവ് ആയിരിക്കണം. അതും ഒരു പ്രാക്ടീസ് ചെയ്യാം. സമയം ഇല്ലെങ്കിൽ കിട്ടുന്ന സമയം അനുസരിച്ചിട്ട് യു ക്യാൻ ഫൈൻഡ് ഔട്ട് സം ടൈം സ്ലോട്ട്സ്. Using that time slots, do some small exercises. That is one of the remedies for this. Motivation issues. Set realistic goals, tracking progress and celebrating small wins. ഇത് പലപ്പോഴും നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ചെറിയ നമുക്ക് മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്, എങ്കിൽ മാത്രമേ ഒരു പക്ഷേ നമ്മൾ ഗോൾ പോലും സെറ്റ് ചെയ്യുകയുള്ളൂ. അങ്ങനെയൊന്നുമില്ല. ഒരു ഗോൾ സെറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മുടെയൊക്കെ ജീവിതം തന്നെ മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ഒരു ഗോൾ ഉണ്ടെങ്കിൽ മാത്രമേ അതനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാനും അവിടെ എത്തിച്ചേരാനൊക്കെ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അങ്ങനെയുള്ള നമ്മൾ എന്തെങ്കിലും ഒരു ഗോൾ സെറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ പുരോഗതി എന്താണെന്ന് ട്രാക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു പക്ഷേ നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന ചെറിയ നമ്മുടെ ജീവിതത്തിലുള്ള നേട്ടങ്ങളുണ്ട്. ചെറിയ കാര്യമായിട്ടായിരിക്കും പുറത്തും നമ്മൾ തന്നെ ചിന്തിക്കുന്നത്. പക്ഷേ ഇഫ് യു സെലിബ്രേറ്റ് ദാറ്റ് സ്മോൾ വിൻസ്, okay, your motivational level will also be increasing. Now, what are the other challenges? Lifestyle adjustments. Okay, ജീവിത ശൈലിയിലുണ്ടാവുന്ന ക്രമീകരണങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. Find out solutions for adapting fitness routines in the face of work or family commitments. Find out solutions for adapting fitness routines in the face of work or family commitment. നമ്മുടെ ജീവിത ശൈലിയിലെ ക്രമീകരണങ്ങളാണ് ഞാൻ പറഞ്ഞ പോലെ ജോലിയുടെയോ കുടുംബത്തിൻ്റെയോ ഈ നമുക്കെല്ലാവർക്കും ഓരോ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്, പ്രതിബദ്ധതകളുണ്ട്. അപ്പോൾ നമ്മുടെ ഫിറ്റ്നസ് ദിനചര്യകൾ ചിലപ്പോൾ പൊരുത്തപ്പെട്ടു പോകാനൊക്കെ ആണെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും പല കാര്യങ്ങൾ കൊണ്ടും. അപ്പോൾ അതിനും വേണ്ടതായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആവശ്യമാണ് ഇങ്ങനെയുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് നിലനിർത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പലപ്പോഴും നമ്മൾ ഇല്ലാത്തതിനെക്കുറിച്ചായിരിക്കും എപ്പോഴും നമ്മൾ കംപ്ലൈൻറ്റ് പറയുന്നത്. എന്താണ്, സമയമില്ല, അല്ലെങ്കിൽ നമുക്ക് മോട്ടിവേഷൻ ഇല്ല, അല്ലെങ്കിൽ ചിലർ പക്ഷേ സാമ്പത്തികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എക്സ്ക്യൂസുകളാണ് എല്ലാത്തിനും പറഞ്ഞത്. അപ്പം ആ ഒബ്സ്റ്റക്കിൾ, അങ്ങനെ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം വിൻഡോയിൽ നിന്ന് നമ്മളൊരു സൊല്യൂഷൻ വിൻഡോയിൽ കൂടെ കാര്യം നോക്കിയാൽ നമുക്ക് എല്ലാത്തിനും സമയം കിട്ടും. ടൈം ഇല്ലെങ്കിൽ യു ക്യാൻ ഫൈൻഡ് യുവർ ഓൺ ടൈം, പുട്ട് എ ഷെഡ്യൂൾ. മോട്ടിവേഷൻ വേണ്ടിയിട്ട് യു ക്യാൻ ഡെഫിനറ്റ്ലി സെറ്റ് എ ഗോൾ. ആ ഗോളിൽ കൂടെ തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷ്യങ്ങൾ സാധിക്കാൻ പറ്റും. പലപ്പോഴും നമ്മളിപ്പോൾ വലിയ ഉപകരണങ്ങൾ വാങ്ങുമോ, അല്ലെങ്കിൽ നമുക്ക് ഈ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പൈസ ഒന്നും ചിലവാക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. വാട്ട് എവർ യു ഹാവ്, യൂസ് ദാറ്റ്. Again, this is also a sample which I have shown here. Now, what are the actionable tips and the daily routine on this? Creating your fitness is a blueprint എന്ന് പറയാം. നമ്മളൊരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കണം. ആക്ഷണബിൾ സ്റ്റെപ്പ് എന്താണ്? ഡെഡിക്കേറ്റ് 30 to 60 minutes ഡെയിലി ഫോർ എക്സർസൈസ്. ഇതാണ് നമ്മൾ ചെയ്യേണ്ട നമ്പർ 1 കാര്യം. എന്താണ്? കുറഞ്ഞത് ഒരു 30 മിനിറ്റും മാക്സിമം ഒരു 1 hour എങ്കിലും ഇതിനായിട്ട് തന്നെ നമ്മൾ നീക്കി വെക്കണം. കാര്യം ഇല്ലെങ്കിൽ നടക്കാൻ പോകുന്നില്ലത്.
എന്നിട്ട് നമ്മൾക്ക് ഇതിൽ കൂടെ നമ്മൾ ചൂസ് ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് തിങ് ഈസ് യു ഹാവ് ടു ഡെഡിക്കേറ്റ് ഓർ അലോക്കേറ്റ് 30 to 60 minutes on a daily practice. That's very important. Okay. Now, plan healthy meals and prepare a weekly grocery list centered around nutrient dense foods. അപ്പോൾ നമുക്ക് നമ്മുടെ ഹെൽത്തി ഫുഡിന് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വാങ്ങുക. ഇപ്പോൾ ഓർഗാനിക് ഫുഡിൻ്റെയൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട്. ഹെൽത്തി ഫുഡ് വാങ്ങാൻ പല സ്റ്റോറുകളിൽ കിട്ടും. അപ്പോൾ നമ്മളങ്ങനെ ഗ്രോസറി വാങ്ങുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. സോ ദാറ്റ് യു വിൽ ഗെറ്റ് ദ മിനിമം ന്യൂട്രിയൻ വാല്യൂസ് ഫ്രം ദെയർ. Last one is establish a regular sleep schedule and create a calming pre-bed routine. ഇത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാണ്. നമുക്ക് ആ റെഗുലർ സ്ലീപ്പ് എന്ന് പറയുന്നത് അതൊരു ഷെഡ്യൂളായിരിക്കണം. എല്ലാ ദിവസവും പറ്റുന്ന ദിവസങ്ങളിലൊക്കെ കൃത്യമായ ആ സമയത്ത് തന്നെ. ഇപ്പോൾ 10 മണിക്ക് ഉറങ്ങണം, 11 മണിക്ക് ഉറങ്ങണമെന്ന് യു ഡിസൈഡ്. അപ്പോൾ എല്ലാ ദിവസവും 10 മണിക്കോ 11 മണിക്കോ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തന്നെ ഒരു ഷെഡ്യൂളായി. ആൻഡ് ഷെഡ്യൂളെ നമ്മൾ എഴുന്നേൽക്കുന്നതിനും ഇതേപോലുള്ള ഷെഡ്യൂളുകൾ ഉണ്ടാക്കിയാൽ അപ്പോൾ യു ഡിസൈഡ് ഹൗ മെനി അവേഴ്സ് യു ക്യാൻ സ്ലീപ്പ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ പ്രീ ബെഡ് റൊട്ടീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. മൊബൈൽ ഫോണിൻ്റെ കാര്യം, ടി വിയുടെ കാര്യം. അപ്പോൾ ശാന്തമായ ഒരു ഉറക്കമാണ്. ഈ ഉറക്കം എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഇൻവൈറ്റ് ചെയ്യാതെ തന്നെ കിട്ടണം. ചിലർക്ക് ഉറക്കം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. പലതരത്തിലുള്ള പ്രശ്നങ്ങളും, മാനസിക പ്രശ്നങ്ങളും ശാരീരിക പ്രശ്നങ്ങളൊക്കെ തന്നെ പലർക്കും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഒരു നല്ല സ്ലീപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ തന്നെ ക്രിയേറ്റ് ചെയ്യണം. സോ ഇറ്റ് വിൽ ബൂസ്റ്റ് യുവർ വെൽ ബീയിങ് എന്നാണ് പറയുന്നത്. സോ വേറൊരു എക്സാമ്പിളൂടെ ഞാൻ കാണിക്കാം. നമ്മുടെ ടൈമിനെ കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കാനാണെങ്കിൽ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ. ഈ പറഞ്ഞ മാതിരി തന്നെ എഗെയിൻ ഇറ്റ്സ് എ സാമ്പിൾ. ഇത് എല്ലാവർക്കും ബാധകമാകണമെന്നില്ല. ചിലർക്ക് 5 മണിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നവരുണ്ടാവും, ചിലപ്പോൾ അതിനേക്കാളും നേരത്തെ എഴുതുന്നവരുണ്ടാവും. അപ്പോൾ ഇഫ് യു പുട്ട് എ ഷെഡ്യൂൾ അൺടിൽ യു സ്ലീപ്പ് എവറി ഡേ. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. കാരണം ഇത് നമ്മുടെ ഹാബിറ്റ് അല്ലല്ലോ. അത് ഹാബിറ്റ് ആവണമെങ്കിൽ സോ പ്ലീസ് പ്രിപ്പയർ എ ഷെഡ്യൂൾ സോ ദാറ്റ് it will be a part of our life. Now, let us go to the conclusion. So what we were talking about so far is what are the takeaways. ഇത്രയും നേരം നമ്മൾ പറയുന്ന എന്തൊക്കെയാണ് ഈ പറഞ്ഞ ഫിറ്റ്നസിൻ്റെ ഒരു മെയിനായിട്ടുള്ള ടേക്ക്അവേസ് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഫിറ്റ്നസ് ഈസ് എ മൾട്ടി ലെയേർഡ് ജേർണി ഇൻവോൾവിങ് ഫിസിക്കൽ എക്സസൈസ്, എ ബാലൻസ്ഡ് ഡയറ്റ് ആൻഡ് എ ക്വാളിറ്റി സ്ലീപ്പ് ആണല്ലോ. അപ്പോൾ ഈ പ്രധാന കാര്യങ്ങൾ ആണ് ഇവിടെ പറഞ്ഞതെല്ലാം. വ്യായാമം വേണം, നമ്മുടെ സമീകൃത ആഹാരം വേണം, ഗുണനിലവാരമുള്ള ഉറക്കം വേണം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു യാത്ര പോലെ ആയിരിക്കണം. ഇറ്റ്സ് എ മൾട്ടി ലെയേർഡ് ജേർണി ഇൻക്ലൂഡിങ് ഓൾ ദീസ് 3 ഫാക്ടേഴ്സ്. ഓക്കെ, സോ അതാണ് നമ്മൾ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. ഫിസിക്കൽ ഹെൽത്ത് ഇഗ്നൈറ്റ്സ് മെൻ്റൽ ക്ലാരിറ്റി, ഇമോഷണൽ സ്റ്റെബിലിറ്റി ആൻഡ് ക്രിയേറ്റീവ് എനർജി. ശരിയല്ലേ? നമ്മുടെ ശാരീരികമായിട്ടുള്ള നമുക്കുള്ള ശാരീരിക സുഖം എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ മെൻ്റൽ ഹെൽത്ത് ഉണ്ടാകും. നമ്മുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി, ഒരു വൈകാരികമായിട്ടുള്ള ഒരു സ്ഥിരതയുണ്ടാവും. നമുക്ക് ടോപ്പ് ഓഫ് ദാറ്റ് വി വിൽ ഫീൽ മോർ എനർജറ്റിക്, ക്രിയേറ്റീവ് എനർജി ആയിട്ട് നമുക്കത് കിട്ടുകയും ചെയ്യും. Reflect on the current habits and identify one small change can be implemented immediately. നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും നമുക്കുള്ള ഹാബിറ്റ്സിനെ കുറിച്ച് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എന്തൊക്കെയാണ് നമുക്കുള്ള ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കണം. ആ ചിന്തിച്ചതിന് ശേഷം എന്തെങ്കിലും മാറ്റം ആവശ്യം ആണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ പ്ലീസ് ഡു ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. ഇഫ് യു ക്യാൻ സ്റ്റാർട്ട് ടുഡേ ഇറ്റ് ഈസ് ബെറ്റർ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ നിലവിലുള്ള ശീലങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ ഏതിനെയൊക്കെ വേണ്ടാന്ന് വെക്കണം, നമുക്ക് വേണ്ട നല്ല ശീലങ്ങളൊക്കെ ഏതൊക്കെ വേണം. അപ്പോൾ ഈ പറയുന്ന ചേഞ്ചുകളൊക്കെ ഉണ്ടാവണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വലിയ കാര്യമൊന്നും ചെയ്യണ്ട. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം തുടങ്ങിയാൽ മതി. എ സ്മോൾ സ്റ്റെപ്പ്, എ ബേബി സ്റ്റെപ്പ് ആണെങ്കിൽ നമുക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതെല്ലാം കിട്ടുകയും ചെയ്യും. 3 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത്
ഇതാണ്, എക്സസൈസ് വേണം, ന്യൂട്രീഷൻ ഫുഡ് കഴിക്കണം, ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി യു ഷുഡ് ഹാവ് എ ക്വാളിറ്റി സ്ലീപ്പ്. ആണെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞത്, ദ ജേർണി ഓഫ് 1,000 miles ബിഗിൻസ് വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ്. അല്ലേ, നമ്മൾ 1000 കിലോമീറ്റർ അല്ലെങ്കിൽ 1000 മൈൽ നടക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പിൽ കൂടിയാണ്. നമ്മൾ നിന്നിടത്തു നിന്ന് ആദ്യം വെക്കുന്ന കാൽവെപ്പോടു കൂടിയാണ് നമ്മൾ 1000 മൈൽ ദൂരത്തിൽ എത്തുന്നത്. അപ്പോൾ ഇതാണ് വേണ്ടത്. സോ ബിഗിൻ യുവർ ഹാബിറ്റ്സ് ഓർ ക്രിയേറ്റ് these habits into your daily life. Then you can go 1,000 miles. അതാണ് ഇതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി ലെറ്റ് us look at what are the call to action. What action we can, bring it from today. So ഇന്ന് തന്നെ ഈ പറഞ്ഞ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുക എന്നല്ലായിരിക്കും. ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന പലരും ഇത് ചെയ്യുന്നവരുണ്ടാവും. ഇതിനെക്കുറിച്ച് എൻഹാൻസ് ചെയ്യേണ്ട ഈ പറയുന്ന 3 ഫാക്ടറികൾ എപ്പോഴും നമുക്കൊരു ഒരു കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻ്റ് എല്ലാ കാര്യത്തിലും നല്ലതാണ്. അപ്പോൾ ഇത് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഉണ്ടാവും. ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഓൾ ദ ബെസ്റ്റ്. ഇനി നമ്മൾ ആരെങ്കിലും ചെയ്യാനായിട്ടുണ്ടെങ്കിൽ, ഇനിയും നമ്മൾ സമയം വെയിറ്റ് ചെയ്യുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, പ്ലീസ് സ്റ്റാർട്ട് ഇറ്റ് ടുഡേ. ഓക്കെ, സോ വാട്ട് ഇസ് എ ചലഞ്ച്? കമ്മിറ്റ് ടു 30 days ഫിറ്റ്നസ് ചലഞ്ച്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു 30 മിനിറ്റ് ദിവസത്തിൽ എന്തായാലും കണ്ടെത്തുക. എത്ര തിരക്കുള്ള ആളാണെങ്കിലും, ഫ്രം CEO ടു മേ ബി an ഓഫീസ് ബോയ്, ഓക്കെ, ഫൈൻഡിങ് ഔട്ട് 30 minutes ടൈം ഇൻ 24 hours is not a big task. എത്ര വലിയ ഒരു പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ പോലും he can find out 30 days. അപ്പോൾ നമ്മൾ പറയുന്ന ആ 30 minutesൽ നിന്ന് നമ്മൾ ചെയ്തു തുടങ്ങിയ റൊട്ടീൻ ഫിസിക്കൽ ഫിറ്റ്നസിന് വേണ്ടിയിട്ട്, നമ്മുടെ ഫിറ്റ്നസിന് വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങി വെച്ചത് 30 daysലേക്ക് ഒരു ചലഞ്ചായിട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ചിലർ നടക്കാൻ പോകുന്ന പോലെ അതുപോലെയാണ്. നമുക്ക് എല്ലാവരും പറയാറുണ്ട്, യു നീഡ് ടു വാക്ക് മിനിമം 40 to 45 minutes എന്ന് പറയാറുണ്ട്. പക്ഷെ നമ്മൾ ആദ്യം ഒരുപക്ഷെ നടക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഈ 45 minutes ഒക്കെ വളരെ കൂടുതലാണെന്ന് തോന്നും. ചിലർ 10 minute നടന്നിട്ട് പോലും നിർത്താറുണ്ട്. ഓക്കെ, because of so many reasons. Maybe they will feel tired, maybe they will face laziness. There are many factors affecting. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, start with 10 minutes, start with 20 minutes, then you slowly increase. ഓക്കെ, അപ്പോൾ അങ്ങനെ മോഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഗോൾ വെക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ 30 days ചലഞ്ച് എന്ന് പറഞ്ഞാൽ, ഇഫ് യു ഡു ഇറ്റ് 30 days, I promise you this will be your habit. There is no doubt on this one. അപ്പോൾ അടുത്ത ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചാൽ, സെറ്റ് എ ക്ലിയർ ഗോൾ, ചൂസ് വൺ ആസ്പെക്ട്, ഫിസിക്കൽ എക്സസൈസ്, ഡയറ്റ് ഓർ സ്ലീപ്പ്, ടു ഫോക്കസ് ഓൺ ദിസ് മന്ത്. ഞാൻ നേരത്തെ അത് പറഞ്ഞു, ഒരു ആസ്പെക്റ്റിൽ മാത്രം നമ്മൾ ചൂസ് ചെയ്യുക. ഈ മാസം എല്ലാ കാര്യം കൂടെ ചെയ്യണ്ട. ഇഫ് യു ഹാവ് സം ഡിഫിക്കൽട്ടി ഓർ സം ഷോർട്ട് ഫോൾസ്, ഫിസിക്കൽ എക്സസൈസിലായിരിക്കാം, അല്ലെങ്കിൽ ഡയറ്റിലായിരിക്കാം, അല്ലെങ്കിൽ സ്ലീപ്പിലായിരിക്കാം. അപ്പോൾ ഒരു കാര്യം എടുത്തിട്ട് ഈ മാസം അത് ശരിയാക്കുക. യു ടേക്ക് ദ നെക്സ്റ്റ് ചലഞ്ച് നെക്സ്റ്റ് മന്ത്. സോ ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ചെയ്യുമ്പോൾ മാറുന്നത് നമ്മുടെ ഈ ലേസിനെസ് ഒക്കെ ആയിരിക്കും. എല്ലാം കൂടെ ചെയ്യുമ്പോൾ ഇതിനകത്ത് സമയം കിട്ടുമോ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം മാറ്റാനുള്ള ഒരു ചെറിയ ട്രിക്കാണ്, ഒരു ചെറിയ ഒരു ടിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. And then track your progress. It's very important. Okay, use a journal or an app. ഇപ്പോൾ ഒരുപാട് ആപ്പുകൾ പോലും കിട്ടാറുണ്ട്. നമ്മുടെ ഫിസിക്കൽ എക്സസൈസ് ചെയ്യുമ്പോൾ how much calorie you are burning out. Okay, how much steps you are taking in a day. Okay, that is why we have mentioned it as an app. Record your activity, dietary choices, and sleep quality. ഈവൻ ന്യൂട്രീഷൻ വാല്യൂസും ഒക്കെ നമ്മുടെ ഒരുപാട് ആപ്പുകൾ നമ്മുടെ അവൈലബിൾ ആണ്. എല്ലാം ഈ പറഞ്ഞുള്ള ആപ്ലിക്കേഷനിൽ കൂടിയാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് ഒക്കെ പോകുന്നത്. സോ ട്രാക്ക് യുവർ പ്രോഗ്രസ് ഓൺ ദി ഫിറ്റ്നസ്. ചിലർ കൈകൊണ്ട് തന്നെ എഴുതി വെക്കുന്നുണ്ട്. ദാറ്റ്സ് ദ ബെസ്റ്റ് തിങ്. ഇഫ് യു റൈറ്റ് സംതിങ് വിത്ത് യുവർ ഓൺ ഹാൻഡ്, ദാറ്റ്സ് ദ ബെസ്റ്റ് തിങ്. സ്റ്റാർട്ട് ടു ഡു എ ജേർണലിംഗ്. ഹൗ മെനി കിലോമീറ്റേഴ്സ് ഓർ ഹൗ മെനി minutes or how many hours I put it for this particular matter. എല്ലാ ദിവസവും എഴുതി വെക്കുക, കൃത്യമായിട്ട് എഴുതണം. So if you have only spent 10 minutes today, keep it on 10 minutes. So next day you will have a tendency to do another 10 minutes more, extra mile എന്നൊക്കെ പറയുന്ന മാതിരി. So that's the best way to track your progress. And the community support.
join a local fitness group or an online forum to stay motivated and share your journey. ഇതാണ് നമ്മളിപ്പോൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലൊക്കെയാണ് നമ്മളൊക്കെ ഡെയിലി കണ്ടുമുട്ടുന്നവരാണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതുപോലെ നടത്തത്തിനുള്ള ഗ്രൂപ്പുകളൊക്കെ പോലും ഉണ്ട്, ഫിറ്റ്നസ്സിലുള്ള ഗ്രൂപ്പുകളുണ്ട്, സ്ഥിരമായിട്ട് യോഗയൊക്കെ ചെയ്യുന്നവർ, ദേ ഹാവ് എ ബിഗ് ഗ്രൂപ്പ്. രമാവതി ടീച്ചറിനെ പോലുള്ളവർക്ക് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ പറ്റും. നിങ്ങൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഗ്രൂപ്പുകളായിട്ട് ചെയ്യുക, എസ്പെഷ്യലി യോഗയൊക്കെ ചെയ്യുന്നവർ, ഇഫ് യു ആർ പെർഫോമിംഗ് ദിസ് ആസ് എ ഗ്രൂപ്പ്, the energy developing or gaining will be distributed to all the people because you are creating energy. എല്ലാം എനർജി ആണല്ലോ. അപ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ആ എനർജിയുടെ വലിപ്പവും കൂടുതലായിരിക്കും. സോ യു വിൽ ബി ഓൾ beneficial if you are doing it in a group wise. The final thought today is our journey to a healthier, more resilient. You start with a single step. Okay, don't wait, invest in yourself today. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ള ഒരു ഫൈനൽ തോട്ടായിട്ട് പറഞ്ഞാൽ എന്താണ്? ആരോഗ്യം വേണം, ഏറ്റവും അതുപോലെ തന്നെ എന്താണ് നമുക്കൊക്കെ വേണ്ട പ്രതിരോധ ശേഷി ഒക്കെ നമ്മളുടെ ഈ ഒറ്റ ചുവടുവെപ്പിൽ കൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ തുടങ്ങേണ്ടത്. തുടങ്ങണം? ഇന്ന് തന്നെ നമ്മളുടെ ഒരു അക്കൗണ്ട് ഈ കാര്യത്തിന് വേണ്ടി തുറക്കുകയും ചെയ്യണം. ദാറ്റ് ഈസ് ദി ഫൈനൽ തോട്ട്. സോ ആരോഗ്യം എന്താണ്? ആരോഗ്യമുള്ളതും നമ്മുടെയൊക്കെ ഈ ആരോഗ്യത്തിൻ്റെ ഈ ശക്തി എന്ന് പറയുന്നത് ഇനിയും വരാൻ പോകുന്ന ഒരു പക്ഷേ കമ്മിങ് ഡേയ്സിലായിരിക്കാം. ഒരു പക്ഷേ പ്രായത്തിൻ്റെയൊക്കെ അളവനുസരിച്ചിട്ട് വേണ്ടത് നമുക്ക് ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു എക്സ്പാൻഷനാണ്. ഓക്കെ, അതിൻ്റെ ഒരു ചുവടുവെപ്പായിരിക്കണം. അതുകൊണ്ടാണ് ഈ ഫിറ്റ്നസ്സിന് ഇത്രമാത്രം ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ സെഷൻ്റെ കൺക്ലൂഷൻ ഇതാണ്. സോ ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുഡേ ആൻഡ് ഗെറ്റ് സ്റ്റാർട്ടഡ് ടു ഹാവ് എ ഫിറ്റ്നസ്. So thank you very much everyone for the patient listening and your time. So over to you. Sabu sir in alpan terakilana, so I would invite all the people to this is the time for the feedback or maybe for your comments. So Roy sir nu namukku thodangam. Roy sir nanu ആദ്യമായിട്ട് സ്ക്രീനിൽ കാണുന്നത്, ആദ്യമായി ഈ എൻ്റെ സ്ക്രീനിൽ കാണുന്നത്. So let us hear from Roy sir today. Okay sir. സാറിന്റെ ഇന്നത്തെ ക്ലാസ് 11 റൂൾസിനെ കുറിച്ച് ഒരു തുടക്കം കുറിക്കുന്ന ഒരു ക്ലാസ് ആയിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് സാറ് അതിൻ്റെ ഫിറ്റ്നസിന്റെ കാര്യമാണ് പറഞ്ഞത്. അതിൻ്റെ 3 പില്ലേഴ്സിനെ കുറിച്ച് പറഞ്ഞു. അതായത് ഫിസിക്കൽ എക്സസൈസും ഡയറ്റും ക്വാളിറ്റി സ്ലീപ്പും ഈ കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അറ്റൈൻ ചെയ്യാൻ വേണ്ടതായ കാര്യങ്ങളെല്ലാം വളരെ സിമ്പിളായിട്ട് സാറ് പറഞ്ഞു തന്നു. എന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇന്ന് തന്നെ തുടങ്ങുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്താനും ചെറിയ ചെറിയ സ്റ്റെപ്പുകളായി അത് അറ്റൈൻ ചെയ്യാൻ പറ്റുമെന്നും സാറ് നമുക്ക് ഉറപ്പ് തന്നു. ഓക്കെ, അത് നമ്മൾ അത് ട്രൈ ചെയ്യുകയും ഇത് ശരിയെന്ന് തോന്നുന്ന ഈ റൂള് ഫിറ്റ്നസ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി ഇന്ന് മുതൽ നമുക്ക് ഇത് പ്രാക്ടീസ് ചെയ്യുവാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ബുദ്ധിമുട്ടുകൾ വന്നാൽ അതെങ്ങനെ നേരിടണമെന്ന് പറഞ്ഞു. ഏതായാലും ഇത്രയും സിമ്പിളായിട്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തന്ന ഗൈഡ് ലൈൻസ് വളരെ ഇതായിട്ട് തോന്നി. കാരണം നമ്മൾ ഇന്ന് കാണിക്കുന്ന ഈ 3 കാര്യങ്ങളിലും, അതായത് എക്സസൈസിലും ഫുഡിൽ ഡയറ്റിൻ്റെ കാര്യത്തിലും ഉറക്കത്തിലും നമ്മൾ വരുത്തിയിട്ടുള്ള വ്യതിയാനങ്ങളെ ഒന്ന് ഏകീകരിച്ച് തുടങ്ങുന്നതിനും അതിൻ്റെ ഗുണങ്ങളെല്ലാം സാർ പറഞ്ഞു. അത് വേണ്ടേ, അത് കൊണ്ട് ഒരു നാളെ ആട്ടെ എന്ന് തുടങ്ങാതെ ചെറിയ ചെറിയ സ്റ്റെപ്പുകളായി ഇന്ന് തന്നെ തുടങ്ങുവാൻ പറഞ്ഞു. ഓക്കെ, വളരെ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തരികയും പ്രാക്ടിക്കലായിട്ട് അത് എങ്ങനെ നേടണമെന്നും പറഞ്ഞു തന്ന ഒരു നല്ല ക്ലാസ് ഇന്ന് തുടങ്ങി വെച്ചു. ബാക്കിയുള്ള സ്റ്റെപ്പുകൾ കേൾക്കാനായിട്ട് ഇതുപോലെ തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു റോയ് സാർ, താങ്ക് യു. സുധോൻ ഡോക്ടറെ കാണാം.
സർ ഡോക്ടർ സുധീർ ഡോക്ടർ ഉണ്ടോ? ബിസിയാണോ? ഉണ്ടല്ലോ ഇല്ല. ഓക്കെ. ഉണ്ട് സാറുണ്ട്. Yes, sir. Yes, Yes, yes. sir. Yes, sir. ഞാൻ എൻ്റെ ഫംഗ്ഷനിലാണ്. But I was ആണോ? listening to your talk. I'm in a function. ഓക്കെ Okay, okay. ഓക്കെ. വേറെ ആരാണ് ഇനിയും വരുന്നത്? രമാവതി മാഡം, സരസ്വതി മാഡം, എനിവൺ ക്യാൻ അൺമ്യൂട്ട്. സാറ് കേൾക്കാമോ സാറേ? തീർച്ചയായിട്ടും കേൾക്കാം. ഇപ്പോൾ കേൾക്കാം. കേൾക്കാമോ? അത് ഇപ്പോൾ റേഞ്ച് കേൾക്കാം. പോയിക്കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാല് അതെ, രമാവതി മാഡം, റേഞ്ചിന്റെ പ്രശ്നമുണ്ട്, ഞങ്ങൾക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. നമ്മള് യോഗയിലെ മനസ്സുപോലെ സാർ ഇപ്പം 3 കാര്യം പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആണ് സാറേ. അതില് Yes. ആദ്യം സ്വയം വിമർശനം ആയിട്ട് ഞാൻ പറയുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഉറക്കം കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാൻ ഉറങ്ങാൻ കിടക്കുന്നത്. അത് ശരീരത്തിന് ദോഷം ചെയ്യും. ബാക്കി രണ്ടും ഒക്കെയാണ് സാർ പറഞ്ഞ പോലെ. ഇപ്പൊ കുറച്ച് കാലമായിട്ട് എന്റെ തിരക്ക് മൂലം കുറച്ച് ലേറ്റ് ആവുന്നു. അത് ഞാൻ ശരിയാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. എന്നാലേ എനിക്കത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അതില് എനിക്ക് ഒരു 90 മേലെ സക്സസ് ആയത് എന്റെ ഒരു ശിഷ്യനാണ് എന്റെ ഹസ്ബൻഡ്. യോഗ പഠിപ്പിച്ചതിലായാലും അങ്ങനെയുള്ള കാര്യമില്ലായാലും. ഹസ്ബൻഡ് ഇപ്പം സാർ പറഞ്ഞ പോലെ യോഗ ചെയ്യുന്നതിന് മുന്നേ കുറച്ചു നേരം കളത്തിൽ ഇങ്ങനെ നടക്കുക, കുറച്ചു നേരം യോഗ ചെയ്യുക, കുറച്ചു നേരം ട്രെഡ്മിൽ ഉപയോഗിക്കുക. ഞാനെന്നെ അത്ഭുതപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം ശരിയായിട്ടുള്ള ക്രമത്തിൽ രാവിലെ കഴിക്കുന്നുണ്ടോ, അതിൽ നിന്ന് ഒരു മുട്ട, ഒരു പഴം, ഇങ്ങനെല്ലാം കഴിക്കുക. അത് കഴിഞ്ഞിട്ട് രാത്രി ഉണ്ടല്ലോ സാറേ, ഉറങ്ങിയാൽ ആ സമയത്ത് ഉറങ്ങാൻ കിടന്ന ആ സമയത്ത് ഉറങ്ങിയിരിക്കും. അതിലൊരു സംശയമില്ല. ഉറങ്ങാൻ കിടന്നിട്ട് കുറച്ച് നോക്കുമ്പോഴത്തേക്ക് നല്ല ഉറക്കമായിരിക്കും. അപ്പം നല്ല രീതിയിൽ തന്നെ. അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കണം. അങ്ങനെ ആകുമ്പോ ഉണ്ടല്ലോ സാറേ, നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. സാറിന്റെ ക്ലാസ്സിൽ സാറിന്റെ ആ ഒരു അഡ്വൈസ് ഉണ്ടല്ലോ, നമ്മളിപ്പം സാധാരണയായിട്ട് ഒരു ക്ലാസ് കേട്ടാല്, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ആദ്യമായിട്ട് ഒരു വർഷം ആരംഭിക്കുമ്പോൾ ഒരു ഡയറി മേടിക്കുന്നു. ഡയറി മേടിച്ചിട്ട് ഒരാഴ്ച, അറ്റ്ലീസ്റ്റ് ഒരാഴ്ച എഴുതും. എന്നിട്ട് അതവിടെ ഉപേക്ഷിക്കും. പിന്നെ ഡയറി എഴുത്തില്ല. അതുപോലെ ചെയ്യുന്നവരുണ്ട്. ഇന്ന് വയ്യ, ഇന്ന് എനിക്ക് അവിടെ പോകാനുള്ളതാണ്, അപ്പൊ കുറച്ച് നേരത്തെ പോകണം, അല്ലെങ്കിൽ എനിക്കിപ്പോ ജലദോഷം പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ പല 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 ചെറിയ റീസൺ വെച്ചിട്ട് ഇത് ചെയ്യാത്തവരുണ്ട്. ശരിക്കും പറഞ്ഞാൽ യോഗനെ സംബന്ധിച്ചിടത്തോളം കൂലി വരമ്പത്ത് എന്നുള്ള രീതിയിലാണ്. ഇന്ന് ചെയ്താൽ ഇന്ന് അതിന് കൂലി, യാതൊരു സംശയമില്ല. അപ്പൊ സാറിന്റെ ക്ലാസ് ഉണ്ടല്ലോ സാർ, ഞാൻ ശരിക്കും ആസ്വദിക്കായിരുന്നു. ചിലപ്പോ ഇടയ്ക്ക് ഇങ്ങനെ റേഞ്ചിൽ പോകും, അതെനിക്ക് സങ്കടം തോന്നും. പക്ഷെ അധികം മിസ്സായിട്ടില്ല ക്ലാസ്. സാറിന്റെ ക്ലാസ്സിന് ഇന്ന് ഒരു പ്രത്യേകത തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു സാറേ, നല്ലോണം ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച് സാർ. നമ്മുടെ സജിനി മാഡത്തിനെ കേൾക്കാം. മാഡം. സാർ ഗുഡ് ഈവനിങ്. ഒത്തിരി സന്തോഷം സാറേ. ഈ ഒരു സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അല്ല ഏറ്റവും സന്തോഷത്തോടെ പറയട്ടെ, സാറിന്റെ ഫ്ലോയെ ഒട്ടും തടസ്സങ്ങളില്ലാതെ അതിങ്ങനെ കറക്റ്റായിട്ട് ഒന്നൊന്നിനോട് കണക്ട് ചെയ്ത് പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇത്രയും സമയം ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റിയത്. പിന്നെ സാർ പറഞ്ഞതുപോലെ നമുക്ക് അറിയാവുന്ന പോയിന്റ്സുകളാണെങ്കിൽ പോലും ഇത് ഇംപ്ലിമെന്റ് ചെയ്തില്ലെങ്കിൽ, ചുവരുണ്ടെങ്കിലല്ലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ എന്ന് പറയുന്നത് പോലെ അതിന്റെ ആ ഒരു പ്രാധാന്യത്തെ അത് അത്രത്തോളം സാർ എടുത്തെടുത്ത് അത്രയും ആത്മാർത്ഥമായിട്ട് തന്നെ അത് പ്രസന്റ് ചെയ്തു സാറേ. ഇപ്പൊ ഇങ്ങനെ കേട്ടിരുന്നപ്പോ ഞാൻ ഓർത്ത ഒരു കാര്യം ഇതാണ്, ഈ സ്ലീപ്പ് ഒക്കെ ശരിക്കും നമുക്കേ അവിടെ മുതൽ നമ്മൾ തുടങ്ങണമല്ലോ. സാർ പറഞ്ഞ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ലാസ്റ്റ് തോട്ട്സ്. നമ്മൾ വെറുതെ ഇരുന്നിട്ട് ഈ ലാസ്റ്റ് തോട്ട്സിൽ ആവശ്യമില്ലാത്ത വാർത്തകളുടെ ഇൻഫ്ലുവൻസ് എല്ലാം കൂടി തലയിൽ എടുത്തിട്ട് അതിന്റെ ഭാരം. അപ്പം ലൂയിസ് കെയുടെ ഒരു അഡ്വൈസ് ഞാനിങ്ങനെ എൻ്റെ ലൈഫിൽ മാറ്റം വന്നത് ആ ഒരു അഡ്വൈസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്. മാം പറഞ്ഞു തന്നൊരു കാര്യം ഉണ്ടല്ലോ, നമ്മൾ ഇനിയുള്ള സമയം ഉറങ്ങാനാണ്. അപ്പൊ നമ്മളുടെ ഡോറിന് പിന്നിൽ ബാക്കി എല്ലാ ഫയലും വെച്ചിട്ട് ബെഡ്റൂമിൽ കയറാനുള്ള ഒരു മാന്യത നമ്മളോട് കാണിക്കണം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ മുതൽ തുടങ്ങി. കാരണം ഇനിയുള്ള 6 മണിക്കൂർ സുഖമായിട്ട് സമാധാനമായിട്ട് ബോഡിയെ
റെസ്റ്റ് ചെയ്യാൻ അനുവദിച്ചാൽ മാത്രമേ മോർണിംഗിൽ നമുക്ക് ഹാപ്പി ആയിട്ട് എനർജറ്റിക് ആയിട്ട് പ്രൊഡക്റ്റീവായിട്ട് ഇനി അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഫയലെല്ലാം കൂടി എടുത്തുകൊണ്ട് പോയിട്ട് നമ്മുടെ സ്ലീപ്പ് നശിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അല്ലെ? വലിയൊരു തോട്ട്സ് ആണിത്. അതുപോലെ ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഈ ഫാസ്റ്റ് ഫുഡിനെയൊക്കെ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുമ്പം നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് വരുത്തി വെക്കുന്ന ഒരു വിനയെക്കുറിച്ച് നമ്മൾ റീതിങ്ക് ചെയ്യത്തില്ല. ഇത്തരം അറിവുകൾ നമ്മുടെ ഓർമ്മയിലേക്ക് വന്നില്ല. ഒത്തിരി പ്രയോജനമുള്ള, അതുപോലെ തന്നെ എക്സസൈസിന്റെ കാര്യം, അതിനൊരു പ്രാക്ടിക്കൽ ടിപ്സ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നടക്കാനൊക്കെ മടിയുണ്ടെങ്കിൽ നമ്മൾ ഈ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് സംസാരിക്കുന്ന സമയം നടന്നുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ എത്ര നടന്നാലും നമ്മൾ അറിയില്ലല്ലോ. അപ്പൊ അത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് അതുപോലെ തന്നെ മോർണിംഗിൽ നമ്മളിങ്ങനെ എഴുന്നേറ്റിട്ട് നമ്മളുടെ ടു ഡു ലിസ്റ്റ് ഒക്കെ എഴുതിയിട്ട് അതിൻ്റെ ഒരു വിഷ്വൽ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അത് നമ്മൾ തന്നെ റെക്കോർഡ് ചെയ്ത് കേട്ടുകൊണ്ട് നടക്കുകയാണെങ്കിൽ അന്നത്തെ ഫുൾ ഡേ നമുക്ക് ബ്രെയിനിനെ നമുക്ക് സെറ്റ് ആക്കി വെക്കാൻ പറ്റുമല്ലോ. അതും ഇതിനോടൊപ്പം ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് ആയിട്ട് തോന്നുന്നു സാറേ. എന്താണേലും ഒത്തിരി സന്തോഷം. സാറിന്റെ ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് കാര്യം ഇങ്ങനെ റിഫ്രഷ് ചെയ്ത് ഇതൊക്കെ നമ്മൾ മറന്നുപോയ കാര്യമാണല്ലോ. നമ്മൾ അക്കൗണ്ടബിലിറ്റി എടുക്കുന്ന കാര്യമൊക്കെ നമ്മൾ ആ അക്കൗണ്ടബിലിറ്റിയിലൊക്കെ ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഇത്രയും സൗകര്യങ്ങളുടെ നമുക്ക് ചുറ്റും ഉണ്ടായിട്ട് നമ്മളത് പകുതിയും പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളതല്ലേ. ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച്. മാം, ഞാൻ ഇപ്പം മാം പറഞ്ഞ ഉറക്കത്തിൻ്റെ കാര്യം ഈ അടുത്ത ദിവസം നടന്ന ഒരു ക്ലാസ്സിൽ ശരിക്കും അതിനകത്തൊരു സ്പീക്കർ പറഞ്ഞിരുന്നു അതായത് നാളത്തെ പ്രഭാതം, നാളെ രാവിലെ ശരിക്കും നമ്മൾ എഴുന്നേൽക്കുന്നത് ഇന്ന് രാത്രിയിൽ നമ്മൾ കിടന്ന സമയം മുതൽ നമുക്ക് പിറ്റേ ദിവസം വരെ ഉണ്ടായിരുന്ന ക്വാളിറ്റി സ്ലീപ്പാണ് നമ്മളെ നല്ല മൂഡോടുകൂടി എഴുന്നേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം മോശമായിട്ടുണ്ടെങ്കിൽ യു കനോട്ട് ഹാവ് എ ബെറ്റർ ടുമോറോ എന്നാണ് അദ്ദേഹം വളരെ സമർത്ഥമായിട്ട് ശരിയല്ല. നമുക്ക് ഉറക്കം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുന്നേൽക്കുന്നത് പോലും വളരെ ഒരു ഡള്ളായിട്ടായിരിക്കും. സോ ദ ഡേ വിൽ ബി സ്റ്റാർട്ടിങ് വിത്ത് എ ലോ എനർജി. അപ്പോൾ തന്നെ നമുക്ക് പല കാര്യങ്ങളിലും ചെയ്യാനുള്ള മൂഡ് പോലും നശിച്ചു പോകുന്നതും അതുകൊണ്ടായ ഒരു രക്ഷയായിരുന്നു. ഉറക്കക്കുറവായാലൊക്കെ ആയിരിക്കാം. ഒരു മണിക്കൂറോടെ രാവിലെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പം നടക്കാൻ പോകാൻ പറ്റത്തില്ല, അപ്പോഴത്തേക്ക് ജോലി വരും. അപ്പോൾ നമുക്ക് ഈ ടൈം മാനേജ്മെൻ്റ് ആണ്. അതുകൊണ്ടാണ് പലരും ഈ ടൈം ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചു. ഇപ്പോൾ ജോലിയുടെ ഇടയ്ക്കൊക്കെ പോലും ഓഫീസിലൊക്കെ കിട്ടുന്ന സമയത്ത് നടക്കാൻ പോകുന്നവരൊക്കെ ഉണ്ട്, ഒരുപാട് പേരുണ്ട്. ബിഫോർ ലഞ്ച്, ആഫ്റ്റർ ലഞ്ച്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കൺവീനിയൻസ് ആയിട്ട് കിട്ടുന്ന അവൈലബിൾ ടൈമിൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതാണ് ഇങ്ങനെയുള്ള ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കൺസെപ്റ്റുകളിലൊക്കെയുള്ള ഭംഗി അതാണ് ശരിക്കും പറഞ്ഞാൽ. എല്ലാവരും തിരക്കാണല്ലോ. സോ വാട്ട് എവർ അവൈലബിൾ ടു യു അത് അവരവർക്കേ അറിയുള്ളൂ. അപ്പോൾ അവരവരുടെ ടൈം അനുസരിച്ചിട്ട് പുട്ട് എ ഷെഡ്യൂൾ സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി. എനിവേ, താങ്ക് യു വെരി മച്ച് ഫോർ യുവർ കൈൻഡ് ഫീഡ്ബാക്ക്. അടുത്തതാരാണ്? സരസ്വതി മാഡം, ബീന മാം, നിർമ്മല ദേവി ഉണ്ട്. സോ പ്ലീസ്. സാറേ കേൾക്കാമോ? ബീനയാണ്. യെസ്, കേൾക്കാം മാഡം. കേൾക്കാൻ പറ്റുന്നുണ്ടോ? സാറേ, വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. മനോജ് സാറ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ നല്ലൊരു ക്ലാസ് ആണ് ഒരുക്കി തന്നത്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് കയറാൻ പറ്റിയത്. പക്ഷെ കേട്ട ഭാഗം തന്നെ സാർ എത്ര ക്രിസ്പായിട്ട് അത് തന്നിട്ടുണ്ട്. ഓരോ പോയിന്റും നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറങ്ങണ പോലെ. മാത്രമല്ല നല്ല മടിയില്ലായിരുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവസരങ്ങൾ ഇപ്പൊ ഉണ്ട്, എന്നാൽ പോലും മടിയോണ്ട് ഇങ്ങനെ മാറ്റി വയ്ക്കുകയാണ്. അപ്പൊ അതാണ്. പക്ഷെ എന്നിട്ടും ഈ മാറ്റി വയ്ക്കലും മടി പിടിക്കലും ഒക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. സാറിന്റെ ക്ലാസ് കേട്ടപ്പോ അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരാള് പിന്നെ അത്രയും പ്രോത്സാഹിപ്പിക്കുക, അതിന്റെ ആത്മാർത്ഥത സാറിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് സ്വാംശീകരിക്കാൻ പറ്റുന്നുണ്ട്, പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരും എന്ന് ഉറപ്പ് തരുന്നു. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു. റൈറ്റ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്ക്, എന്തെങ്കിലും കമൻറ്റ്, എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് പറയാമെങ്കിൽ തീർച്ചയായിട്ടും പറയാം. ഓക്കെ, അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ യുവർ കൈൻഡ് ടൈം, ഫോർ ദി വാല്യുബിൾ ഫീഡ്ബാക്സ്, കമൻറ്റ്സ്. അപ്പോൾ നമുക്ക് മറ്റുള്ള ഒന്നും കാര്യം ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ഇവിടുത്തെ വൈൻഡ് അപ്പ് ചെയ്യാം. ഗുഡ് നൈറ്റ്.
താങ്ക് യു സാർ, താങ്ക് യു. താങ്ക് യു സർ, Thank ഗുഡ് you. നൈറ്റ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഓക്കെ, നോ പ്രോബ്ലം. ഓൾ റൈറ്റ് സാർ, താങ്ക് യു.